എവിടെയായിരുന്നു? ഞാൻ നോക്കാൻ തുടങ്ങിയിട്ട് കുറേ നേരമായി. ആ മൈക്കിൾ, ഞാൻ ദേ ഒന്ന് പുറത്തു പോയി മായയുടെ കൂടെ. ആണോ? അതായിരുന്നു. ആ എന്തിയാടാ, എന്തെങ്കിലും പറയാനുണ്ടോ? ആ ഉണ്ട്. എനിക്ക് മേഴ്സിയോട് ഒരു കാര്യം ചോദിക്കണമായിരുന്നു. ആ പാർവതീനെ ഇന്ന് കണ്ടില്ലല്ലോ. അതെന്നാ നീ ഇപ്പൊ അവളെ അന്വേഷിക്കണേ? അതോ വെറുതെ. അതിനിടയ്ക്കിടയ്ക്ക് ഞാൻ കാണാറുണ്ട്. എനിക്ക് എന്തോ ഒരു ക്രഷ്. എനിക്ക് അതിൻ്റെ അടുത്ത് നേരിട്ട് പറയാനൊരു മടി. നീ ഒന്ന് പറയോ? ക്രഷോ? അതിനോടോ? ആന്നേ, അതെന്നെ ക്യൂട്ടാ, പാവം. ദേ മൈക്കിളെ, എന്നാ മേഴ്സി ദേഷ്യപ്പെടുന്നേ? അത് പിന്നെ ഒന്നുമില്ല. അതുണ്ടല്ലോ, പാർവതിക്ക് 5ാം ക്ലാസ്സിൽ തന്നെ വേറൊരു ലൈനുണ്ട്. നീ അവളെ നോക്കണ്ട. ലൈനോ? കണ്ടാ പറയില്ലല്ലോ. കുറച്ച് സീക്രട്ടാ, കുറച്ച് സ്ട്രോങ്ങാ. നീ എന്തായാലും അവളുടെ പുറകെ പോണ്ട കേട്ടോ. എല്ലാം എൻ്റെ അടുത്ത് കറക്റ്റായിട്ട് എത്തുന്നുണ്ട്. അതെന്താ നിൽക്കുക, നിങ്ങളുടെ വീട്ടിലെ പാല് കാച്ചിൽ മാറ്റി വെച്ചേ? അതോ അച്ഛന് അത്യാവശ്യമായിട്ടൊരു ബിസിനസ്സിൻ്റെ കാര്യത്തിന് വേണ്ടി പോയതാ, അതുകൊണ്ടാണ്. ഉടനെ ഉണ്ടാവും, നിങ്ങൾ എന്തായാലും വന്നോട്ടോ. അത് പിന്നെ പറയണോ, ഞങ്ങൾ എത്തിയിരിക്കും. അതെ അതെ, ഇല്ലേ നോക്കിയേ. എന്താ, ഒന്നും കാണുന്നില്ലല്ലോ. ഒരു പള്ളിയിലച്ഛൻ. ചേച്ചി എന്തുവാ? ഒരു തമാശ പറഞ്ഞല്ലേ പാറു? ഇതാണ് തമാശ. മീനു, നിന്റെ ഫ്രണ്ട് മേഴ്സി നമ്മളെ ചതിച്ചടി. എന്താ പറയണേ? എന്താണ്ടായേ? നല്ല പണിയാ തന്നത്. ആര്, മേഴ്സിയോ? അതെ അതെ. ചേച്ചുവിനറിയോ, ഈ പാറുവിനെ മൈക്കിളിന് ഇഷ്ടമാണ്. അത് മേഴ്സിയുടെ അടുത്തൊന്ന് പറയാൻ പറഞ്ഞു. അവള് പറഞ്ഞിട്ടില്ല, പക്ഷെ നമ്മുടെ അടുത്ത് വന്ന് കള്ളം പറഞ്ഞു എന്ന് പറഞ്ഞു. നമ്മളോട് പറഞ്ഞല്ലേ അവൻ പള്ളിയിലച്ഛനാവാൻ പോവാന്ന്? അയ്യോ, അവൾ എന്തിനാ നമ്മുടെ അടുത്ത് കള്ളം പറഞ്ഞു? മീനു, എനിക്ക് നല്ല ദേഷ്യം വന്ന്. ഞാനിപ്പോ മൈക്കിളിനെ കണ്ട്, അവനാ പറഞ്ഞത് മേഴ്സി ഒന്നും പറഞ്ഞിട്ടില്ലെന്ന്. അത് ശരി, അതായിരുന്നല്ലേ പ്രശ്നം. ആലോചിച്ചു, അതന്നെ. ഇതിങ്ങനെ വെട്ടാൻ പറ്റില്ല മീനു, എന്താണെന്ന് അറിഞ്ഞേ പറ്റൂ. ശ്വേത, നമുക്കിത് അറിഞ്ഞേ പറ്റൂ. എന്തായാലും ഇനി അവളായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് കണ്ടിന്യൂ ചെയ്യാൻ എനിക്കൊരു താല്പര്യമില്ല. അങ്ങനെയൊന്നും പറയണ്ട മീനു, സാരമില്ല, പോട്ടെ. അതല്ല, നമ്മൾ എത്ര വിശ്വസിച്ചാ പറഞ്ഞത്? അപ്പൊ അവൾ എങ്ങനെ ചെയ്താൽ എങ്ങനെ ശരിയാവും? അതെ അതെ പാറു, മീനു പറയുന്നതിൽ കാര്യമുണ്ട്. ഇനിയിപ്പോ എന്താ ചെയ്യാ? ഒരു വഴിയേ ഉള്ളൂ. മൈക്കിളിനെ കണ്ട് പാറു എന്തായാലും എല്ലാം നേരിട്ട് പറയട്ടെ. അയ്യോ, അത് വേണോ? കണ്ടോ മീനു ലച്ചു, ഈ പാറുവിന്റെ ഒരു നാണം. അപ്പൊ ഇപ്പൊ ഒരു ഹോപ്പൊക്കെ ഉണ്ട് അല്ലേ? അതില്ലാണ്ടിരിക്കോ? ഇപ്പഴേ ഇച്ചിരി സമാധാനായേ. എന്നാലും മേഴ്സിനെ എന്നെ മുമ്പിൽ കണ്ടുപോകരുത്. പറഞ്ഞേക്കാം. സാരമില്ല, ഇതിനുള്ള പണി നമ്മൾ മേഴ്സിക്ക് കൊടുത്തിരിക്കും, ഉറപ്പ്. അതെ, ഉറപ്പായിട്ട് നമ്മൾ ഇതിന് പകരം വീട്ടിയേ പറ്റൂ പാറു. അതെ, ഞങ്ങൾ ഫുൾ സപ്പോർട്ടുണ്ട്. നമുക്ക് എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിക്കാം. ഇനിയിപ്പോ ഇന്ന് തന്നെ എന്തായാലും മൈക്കിളിന്റെ അടുത്ത് പോയി പറഞ്ഞാലോ? ഇന്നോ? ഇന്ന് വേണ്ട, ഇത് വേണ്ട, നാളെ കാണാന്നാ പറഞ്ഞത്. കണ്ടോ കണ്ടോ, സ്ഥലവും ദിവസവും സമയമൊക്കെ എല്ലാം ഫുൾ പ്ലാൻഡാ. നേരത്തെ ഇവരെല്ലാം സംസാരിച്ചത്ര. ഒന്ന് പോ ശ്വേത അവിടുന്ന്. സാരില്ല പാറു, വിഷമിക്കണ്ട കേട്ടോ. അതെ അതെ, ഇനി സമയമുണ്ടല്ലോ, നമുക്ക് എപ്പോ വേണേലും പറയാലോ. നീ വിഷമിക്കണ്ട പാറു. അല്ല, അതിനിപ്പോ എന്താണ്ടായേ? ഇന്ന് പറയാൻ വേണ്ടി ചെന്നതാ, മേഴ്സി വിളിച്ചോണ്ട് പോയി. കറക്റ്റ് സമയത്ത് ബെല്ല് ഓടിച്ചു, അതുകൊണ്ട് പറയാനും പറ്റിയില്ല. ആകെ സങ്കടത്തിലുമായി. അല്ല, ഞാൻ വിചാരിക്കുന്നേ എന്തിനാ മേഴ്സി മൈക്കിളിൻ്റെ പുറകെ നടക്കുന്നതെന്നാ. എപ്പോൾ നോക്കിയാലും ഉണ്ട്, പിന്നെ ഉള്ള കളത്തരം മൊത്തം പറയുന്നുമുണ്ട്. എന്തായിരിക്കും കാര്യം? അത് തന്നെ എനിക്കും അറിയാൻ പാടില്ലാത്തത്. ഇങ്ങനെ ഒരുത്തിനെയാണല്ലോ ഞാൻ എൻ്റെ ഫ്രണ്ടായിട്ട് കൊണ്ടു നടന്നത്. അത് ഓർക്കുമ്പോൾ സാരമില്ല പാറു, നാളെ നമ്മുടെ എക്സാം തുടങ്ങുമല്ലേ, ഇനി അത് കഴിഞ്ഞിട്ട് മതി. എക്സാം കഴിഞ്ഞ് പിന്നെ സെലിബ്രേഷൻ ആണല്ലോ, നമുക്ക് ആ ദിവസം പറയാം. അതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ നമ്മുടെ പരീക്ഷേനെല്ലാം അത് ബാധിക്കുമല്ലോ. അത് മതി കേട്ടോ. ഇനിയിപ്പോൾ അവൻ എസ് പറഞ്ഞാലും നോ പറഞ്ഞാലും നമുക്ക് കുഴപ്പമില്ലല്ലോ. അതെ അതെ, നമുക്ക് സെലിബ്രേഷൻ തന്നെ എന്തായാലും പറയണം. ഫുൾ സപ്പോർട്ടുണ്ട്. പിന്നെ നമുക്ക് നാളെ എക്സാമിന് കുറേ പഠിക്കാനുണ്ടല്ലോ. അതെ അതെ, എന്തോരാ മാത്സ് ആണെങ്കിലോ എനിക്കൊന്നും അറിയില്ല. ഇന്ന് വീട്ടിൽ പോയിട്ട് വേണം എല്ലാം ആദ്യം തൊട്ട് നോക്കാൻ. നാളെ ഏത് എക്സാം? നാളെ ഇംഗ്ലീഷാ.
ഇന്ന് നമ്മൾ നേരത്തെ സ്കൂളിൽ വിട്ട് വീട്ടിൽ പോകുന്നു, നമ്മളെല്ലാം പഠിക്കുന്നു, രാവിലെ നല്ലതുപോലെ എക്സാം എഴുതുന്നു. ഓപ്പോസിറ്റ് വേർഡ്സ്: ആക്റ്റീവ്, ലേസി, അഫ്രൈഡ്, ബ്രേവ്, ആഫ്റ്റർ, ബിഫോർ. പിന്നെ ഇതെന്തുവാ? ആഹാ, നല്ല പഠിത്തമാണല്ലോ. ഡേ നൈറ്റ്, ഡേ നൈറ്റ്. എന്നാ ഇതിനെ കൊണ്ട് എന്ത് ശല്യ? ശല്യോ? ഞാനോ? ആ അതെ, ഞാനൊന്ന് പഠിക്കുന്ന ചേച്ചി കാണില്ലേ? കണ്ട് വല്ല കാക്കയും മലന്ന് പറക്കണുണ്ടോ നോക്കിയിട്ട് വരാം. ആ സമയത്ത് വരെ 4 അക്ഷരം പഠിക്കുക ചേച്ചി, നാളെ പരീക്ഷയില്ലേ? ആ അതൊക്കെ ഞാൻ പഠിച്ചോളാം. ഞാൻ ട്യൂഷനൊക്കെ കഴിഞ്ഞ് പഠിച്ചിട്ടൊക്കെ തന്നെ വന്നത്. അല്ല, എനിക്ക് നിന്നോടൊരു കാര്യം ചോദിക്കാനുണ്ട്. ഇപ്പം ഒന്നും ചോദിക്കണ്ട, എനിക്ക് കുറെ പഠിക്കാനുണ്ട്. പടംവര മത്സരത്തിന് ഫസ്റ്റ് കിട്ടിയോ? പടംവര മത്സരം എന്താ, വലിയൊക്കെ പോയോ? അല്ല, രാവിലെ ചിലരൊക്കെ പടംവര മത്സരം എന്ന് പറഞ്ഞ് ഇറങ്ങാൻ ഉണ്ടായിരുന്നല്ലോ. അത് മാറ്റി വെച്ചു. ഓ അതാണോ? അത് തന്നെ. എന്തേ? ഞാൻ വിചാരിച്ചേ നീയേ ആ പള്ളിയിലച്ഛനെ കാണാൻ പോയിരുന്നു. ഓ ചേച്ചി, അവിടെ നിന്ന് അന്ന് വിട്ടില്ലേ? ഞാനത് കപ്പയെ വിട്ട്. വിട്ട് പരീക്ഷയ്ക്ക് മുട്ടയിടാണ്ടിരുന്നാൽ മതി. എന്നാ പിള്ളേരെ ഇവിടെ ഈ ചേച്ചി എന്നെ പഠിക്കാൻ സമ്മതിക്കുന്നില്ല. ചുമ്മാ സംസാരിച്ചോണ്ടിരിക്കുക. എനിക്ക് ഒരുപാട് പഠിക്കാനുണ്ടമ്മേ. മാളും ഇവിടെ കിടന്ന് ബഹളം വെച്ച് കൊച്ചിനല്ല പഠിക്കാൻ പറ്റാന്ന് വന്ന. ഞാനൊന്നും സംസാരിച്ചില്ല അമ്മേ. നിനക്കൊന്നും പഠിക്കാനില്ലേ? പോയിരുന്ന് പഠിച്ചേ. രണ്ടും കൂടി തുടങ്ങിക്കോളും പരീക്ഷ. മാർക്ക് വരട്ടെ, ബാക്കി അപ്പ. വലിയ കാര്യം ഉണ്ടായിരുന്നു. സാഡ് ഹാപ്പി, സാഡ് ഹാപ്പി. വയ്യാതെ സാഡായിക്കോളും. ആഫ്റ്റർ ബിഫോർ, ആഫ്റ്റർ ബിഫോർ. ഈ ഷെൽഫ് തുറക്കുന്നില്ലല്ലോ. ഇവിടെ വെച്ചിട്ട് പോവാം. ഇവരെന്താ നിന്നുറങ്ങുവാണോ? പാറു, അയ്യോ അത് മറന്നുപോയല്ലോ. പാറു, ശരി ഒരു മിനിറ്റ്, എനിക്ക് ഓർമ്മ പഠിക്കാനുണ്ട്. അത് ശരി, ഇപ്പോഴാണ് ഇരുന്ന് പഠിക്കുന്നേ. നീ പഠിക്കുമായിരുന്നോ? ഞാനടുത്ത് ഉറങ്ങിപ്പോയെന്ന്. ഇതും കൂടിയുള്ളൂ. ഞാൻ ഒന്ന് വേഗം ഓടിച്ചിട്ട് നോക്കട്ടെ. അയ്യോ ദേ, ഇപ്പൊ തന്നെ ബെല്ലടിച്ച്, ഇപ്പൊ തന്നെ എക്സാം തുടങ്ങും. നീ കേറിയാണ്ടല്ലോ, പരീക്ഷ എഴുതാൻ പറ്റില്ല. വാ നമുക്ക് പോവാം. അയ്യോ ഞാനൊന്നും പഠിച്ചില്ലല്ലോ, എനിക്കത് അറിയില്ലല്ലോ. അറിഞ്ഞെടുത്തോളം മതി, വാ, ബാക്കി നമുക്ക് എങ്ങനെയെങ്കിലും എഴുതാനേ. വാനേ. അയ്യോ ഒന്ന് മറന്നു പോകാണ്ടിരുന്നാ മതിയായിരുന്നു. എടി പാർവതി, നിന്റെ കയ്യിൽ 2 പേനയുണ്ടോ? ഇല്ല. ശരി എന്താണ് ഇറക്ക? നിന്റെ 2 പേനയുണ്ടോ? ഇല്ല, ഒന്നേ ഉള്ളൂ. നീ ആ ലച്ചുവിനോടൊന്ന് ചോദിച്ചേ. വേണമെങ്കിൽ നീ ചോദിക്ക്, എനിക്കെങ്ങും വേല. ടീച്ചർ തന്നെ ഇറക്കി വിടും. ലച്ചു എന്താ വാസു, 2 പേനയുണ്ടോ? ഇല്ല, എനിക്ക് 2 വേണം, ഞാൻ തരൂല. മീനു 2 പേനയുണ്ടോ? ആ ഉണ്ട്, തരാ, കിടന്ന് കീറണ്ട. പാർവതി, 2 പെൻസിലുണ്ടോ? മിണ്ടാതിരിക്കട ഇറക്ക, ഞാൻ ഇതെല്ലാം മറന്നു പോകും. എൻ്റെ കയ്യിലൊന്നുമില്ല. നീ എന്നെ ഇതൊന്നും ഇല്ലാണ്ടാണ് പരീക്ഷയ്ക്ക് വന്നത്. അത് പിന്നെ ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറഞ്ഞാൽ പോരെ. എന്ന് ചാടയാടോ തായി. ശേടാ, എന്തോ പെൻസിൽ വേണമായിരിക്കുമല്ലേ? അതെ, എനിക്കിത്തിരി എങ്കിൽ ഉളുപ്പുണ്ടാടാ. ശരി എഴുതാൻ നേരത്തെ ചോദിച്ചാൽ മതി, തരാം. വിക്കോ ആ 2ാമത്തെ ആൻസർ എന്താന്ന് പറഞ്ഞേ. എന്തൊരു പഠിപ്പിയാ, തിരിഞ്ഞു പോലും നോക്കണില്ല. പാറു, 2ാമത്തെ ആൻസർ എന്താ? 2 ബി. ഓക്കെ. എടാ വാസു, 2ാമത്തെ ആൻസർ കിട്ടിയോ? ഇല്ല എനിക്കറിയില്ല. പാറു 2ാമത്തെ ആൻസർ അറിയോ? 2 ബി. ഭാഗ്യം, എസ് ഞാൻ പഠിച്ചത് തന്നെ വന്നു. ആണോ? എനിക്കൊന്ന് കാണിച്ചു തരുമോ? ഞാൻ നോക്കി എഴുതിക്കോട്ടെ. എഴുതിക്കോ വേഗം എഴുതിക്കോ, ടീച്ചർ കാണുന്നതിന് മുമ്പ് എഴുതിക്കോ. നിങ്ങൾക്കറിയാവുന്ന ഉത്തരം മാത്രം എഴുതിയാൽ മതി. അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ചോദിച്ചെഴുതണ്ട. അങ്ങനെ എങ്ങാനും ഞാൻ കണ്ട അപ്പം തന്നെ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കും. മിസ് നല്ല കളിപ്പിലാണല്ലോ. ആടാ പയ്യെ പറ, കേട്ടാലുണ്ടല്ലോ നമ്മളിപ്പോൾ പുറത്താവും. ഒരെണ്ണം പോലും ഇല്ല പഠിച്ചത്. രക്ഷപ്പെട്ട്, എല്ലാം പഠിച്ചത് തന്നെ വന്നു. നിത്യ എനിക്കും കൂടി ഒന്ന് കാണിച്ചു തരണം കേട്ടോ. അയ്യടാ, വേണമെങ്കിൽ പഠിച്ചിട്ട് വരുന്നായിരുന്നു. നിത്യ എന്താ അവിടെ? അത് മിസ്, 2 പേനയുണ്ടോന്ന് ചോദിച്ചതായി നീരജ്. പേനയൊന്നും ഇല്ലാണ്ടാണോ ക്ലാസ്സിൽ വരുന്നേ? അതും പരീക്ഷയ്ക്ക്? അല്ല മിസ്, എൻ്റെ പേനയുണ്ട്, പക്ഷെ അതെങ്ങനെ തെളിയാണ്ട് വന്നാലോ എന്ന് ഓർത്തിട്ടാ. നീ അങ്ങനെ ഓരോന്ന് ഓർക്കണ്ട, അറിയാവുന്ന എഴുതി വെച്ചിട്ട് പോ. സോറി മിസ്. ശരി. അയ്യോ 4ാമത്തതോ? ഇന്നലെ ഇരുന്ന് പഠിച്ചതാ. അയ്യോ ഓർക്കുന്നില്ല. എന്തായിരിക്കും? കിട്ടി. ഇവക്ക് എന്താ പറ്റി? എന്ത് കിട്ടിയെന്ന്? ഒന്നുമില്ല. ടോബി അവിടെ എന്താ? അതെ മിസ്, ഇന്നത്തെ ഡേറ്റ് ചോദിച്ചതാ.
നീയൊക്കെ പരീക്ഷ എഴുതിയിട്ട് എന്താ കാര്യം? ഇന്നത്തെ ഡേറ്റ് അറിയില്ല, പേനയില്ല, എന്തോന്നിത്? വലിയ കാര്യം ഉണ്ടായിരുന്നു. എന്താ മാളവയ്യ? ഒന്നുമില്ല മിസ്, പഠിച്ചൊക്കെ വന്നു, അതിന്റെ സന്തോഷം. ആ, അതങ്ങ് എഴുതി വെക്ക്. ഇതൊക്കെ ഞാൻ പേപ്പർ നോക്കുമ്പോ കണ്ടാ മതി. എടി മാളോ, നീ നേരെ തന്നെ ഇരുന്നോ, ഇങ്ങോട്ട് നോക്കരുത്. ഞാൻ ചോദിക്കുന്നതിൻ്റെയൊക്കെ ആൻസർ ഇപ്പോൾ പറയണം. 1 1cc 2 2a. ആ ഓക്കെ. എടാ, നിനക്ക് ആറാമത്തേത് അറിയാവോ? ആറാമത്തത് ബി. ആവോ, പാസ്സാവാനുള്ള മാർക്കായി. വായധികം അനക്കണ്ട, മിസ് കണ്ടാ പോക്കും. അടി കഷ്ടമുണ്ടടി, ഒന്ന് കാണിച്ചതാടി. അയ്യടാ, എന്ത് സാധനം ഇത്? അത് തനിക്ക് വല്ല നഷ്ടമുണ്ടോ? മര്യാദ മാളവികയുടെ അടുത്തിരുന്നാൽ മതിയായിരുന്നു. ആ മതിയായിരുന്നല്ലോ, തന്നോടാരെ ഇവിടെ വന്നിരിക്കാൻ പറഞ്ഞ. നീരജ്, അവിടെ എന്താ? കുറെ നേരമായല്ലോ, നിനക്ക് എന്തെങ്കിലും അറിയാവോ? മിസ്, ഇവൻ എന്നോട് എപ്പോഴും ചോദിച്ചോണ്ടിരിക്കുക, എനിക്കാണെങ്കിൽ എഴുതാനും പറ്റുന്നില്ല. ആ പേപ്പർ വന്നിട്ടേ പുറത്തോട്ട് ഇറങ്ങിക്കോ കേട്ടോ. ഇല്ല മിസ്, സോറി, ഞാൻ ഒന്നും ചോദിക്കില്ല, ഞാൻ എഴുതിക്കോളാം. പാവണ്ട്, കഷ്ടം. അതെ നല്ല ആളുടെ അടുത്താ വന്നിരിക്കുന്നത്. എടാ നീരജേ, നീ വേഗം ഈ പേപ്പർ നോക്കി എഴുതിയിട്ട് താട്ടോ. വേഗട്ടെ. എടാ അതേ ഇപ്പോൾ കഴിയുവേ. ആ കഴിഞ്ഞു. താങ്ക്സ് ഡാ. എല്ലാവരും കഴിഞ്ഞോ? മതി കേട്ടോ. എല്ലാവരും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ, ഗുഡ് ആഫ്റ്റർനൂൺ. നിങ്ങൾക്ക് എക്സാം ഒക്കെ എളുപ്പമായിരുന്നോ? അതെ മിസ്, എളുപ്പമായിരുന്നു. എനിക്ക് കുറച്ച് പാടായിരുന്നു മിസ്. നല്ലോണം പഠിക്കണ്ടേ, അതല്ലേ? എനിക്ക് കുഴപ്പമില്ലായിരുന്നു. എനിക്ക് പിന്നെ പറയണ്ട. ഞാൻ പേപ്പർ നോക്കിയിട്ട് എല്ലാത്തിനും തരുന്നുണ്ട്. ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളോട് പറയാനുണ്ട്. ഇന്ന് ഉച്ച കഴിഞ്ഞ് 1 മണിക്കൂർ എല്ലാവരും നമ്മുടെ ഓഡിറ്റോറിയത്തിൽ വരണം. കാരണം ഇന്ന് ഓൾ സ്കൂളായിട്ടാണ് നമ്മൾ ക്രിസ്മസ് ഫ്രണ്ടിനെ തിരഞ്ഞെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇത്തവണ സ്കൂൾ വൈസുള്ള ക്രിസ്മസ് ഫ്രണ്ട് ആയതുകൊണ്ട് നിങ്ങൾ ഒരു 50 രൂപയുടെ ഗിഫ്റ്റ് മാത്രമേ വാങ്ങാവുള്ളൂ. കറക്റ്റ് ഒരു 50 രൂപ. അതിൽ കൂടാനോ ഒരുപാട് കുറയാനോ പാടില്ല. കാര്യം ഒരാൾക്ക് കൂടുതൽ വിലയിൽ കിട്ടുമ്പോൾ ബാക്കിയുള്ളവർക്ക് കുറവാണെങ്കിൽ അതൊരു മോശപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും 50 രൂപയുടെ ഗിഫ്റ്റ് വാങ്ങിയിട്ട് വേണം സെലിബ്രേഷന് വരാൻ. ഓക്കെ മിസ്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചോ. അത് മിസ്, നമുക്ക് സ്കൂൾ വൈസ് വേണ്ടായിരുന്നു, ക്ലാസ് വൈസ് മതിയായിരുന്നു. ഇപ്പോൾ സ്കൂളിൽ എല്ലാവരും ഒന്നും നമുക്കറിയില്ലല്ലോ, അപ്പോൾ ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ ഒരു സുഖം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ വെച്ചത്. നമ്മൾ എല്ലാവരെയും അറിയണം, എല്ലാവരും പരിചയപ്പെടണ്ടേ, പുതിയ ആളുകളെ പരിചയപ്പെടണം, അവരോട് സംസാരിക്കണം, അതൊക്കെ വേണം. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ. അതുകൊണ്ട് സാരമില്ല കേട്ടോ, ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ കിട്ടുമല്ലോ, വിഷമിക്കണ്ട. ശരി മിസ്, വാ നമുക്ക് വേഗം പോവാം. ചെന്നിട്ട് വേണം ക്രിസ്മസ് ഫ്രണ്ടിന് ഗിഫ്റ്റ് വാങ്ങാൻ പോകാൻ. അതെ വേഗം പോകണം. എന്നിട്ട് വേണം ഒരു ഉക്കിരം ഗിഫ്റ്റ് വാങ്ങാൻ. എനിക്ക് ഇത്തവണ അറിയാവുന്ന ഒരാളെ തന്നെ കിട്ടി. അറിയാവുന്ന ആളാണോ? എനിക്ക് ഒരുപാട് അടുത്തറിയാവുന്ന ഒരാളെ കിട്ടി. ആഹാ, എന്നാ പേരും കൂടി പറഞ്ഞേക്ക്. അയ്യാടാ, അതൊക്കെ അന്ന് കണ്ടാ മതി കേട്ടോ. ഓ ശരി. എനിക്കാണ് അറിയാത്തൊരുത്തന്. എനിക്കാണ് ഒട്ടും ഇഷ്ടമല്ലാത്തൊരുത്തൻ. എനിക്കാണെങ്കിൽ അറിയാവുന്നത് തന്നെ. അത് ലച്ചു, സീക്രട്ടാ. ഞാൻ വേണേ ലച്ചും കൂടെ മാത്രം പറയാം. ഇതൊരു സർപ്രൈസ് ആയി പോയല്ലോ. എന്താടി അവിടെ ഒരു സീക്രട്ട്? അതെന്നല്ലേ ചേച്ചി, നമുക്ക് വേഗം പോകണ്ടേ? എന്നിട്ട് ഇതൊക്കെ വാങ്ങണ്ടേ? വാ നടക്ക്. ടോബിച്ചേട്ടനെ കാണുന്നില്ലല്ലോ, എത്ര നേരമായി? അധികം നേരമൊന്നും ആയിട്ടില്ല, ഇന്ന് 10 മണിക്കാണ് പ്രോഗ്രാം. പിന്നെന്താ? പറഞ്ഞതേ ഉള്ളൂ, പയ്യെ വരട്ടെ. ഹായ് ടോബിച്ചേട്ടാ. ഹായ് പാറു. നിങ്ങൾ ഇന്ന് ഒരേ കളറാണല്ലോ. അത് പിന്നെ ക്രിസ്മസ് ഒക്കെ അല്ലേ, അതുകൊണ്ട് റെഡ് ഇടാന്ന് വെച്ചു. ഇതെന്താ കയ്യിൽ കുറെ ഗിഫ്റ്റ് ഉണ്ടല്ലോ? പിന്നല്ല, ക്രിസ്മസ് ഫ്രണ്ടിനെ ഒരു നല്ല ഗിഫ്റ്റും ഇതൊക്കെ കൊടുക്കാന്ന് വെച്ചു. എന്തേ? ടോബിച്ചേട്ടനെ ഫ്രണ്ടായിട്ട് കിട്ടുന്നവൻ്റെ ഭാഗ്യം. ആണോ? പാറു എന്താ വാങ്ങിയേ? അതാ, ഞാനൊരു സൂത്ര വാങ്ങിയ. അവളെ സൗച്ചിനോട് സാധനം നോക്കിയാ വാങ്ങിയേക്കുന്നേ. അയ്യടാ, ഞാൻ മാത്രമല്ല, ഈ ചേച്ചിയതെ. വാ നമുക്ക് പോയേക്കാം. ഇനി ഇവിടെ കിടന്ന് വഴക്കൊന്നും വേണ്ട. കേക്ക് കിട്ടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ? ഇല്ല മിസ്, എല്ലാവർക്കും കിട്ടി. ഇനി നിങ്ങളുടെ കയ്യിലുള്ള ഗിഫ്റ്റൊക്കെ കൊണ്ടുപോയി കൊടുത്തോട്ടോ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ.
താങ്ക് യു മിസ്. We wish you Merry Christmas. We wish you Merry Christmas. We wish you Merry Christmas and Happy New Year. എന്റെ ക്രിസ്മസ് ഫ്രണ്ട് നീരജാണ്. താങ്ക് യു നിത്യ. മാളു വാ പുറത്തു വാ. എങ്ങോട്ട് ടോപ്പി എന്നെ കൊണ്ട്? ആ അതൊക്കെ ഉണ്ട്, ഇവിടെ നിൽക്കാം. എന്തായാലും ഇങ്ങോട്ട് വന്നത് നന്നായി. എന്റെ ഫ്രണ്ട് നീയാ. ഏ ഞാനാണോ? അതേനേ. എന്നാ എൻ്റെ ഫ്രണ്ട് നീയാണല്ലോ. ശരിക്കും? അതെ. എന്നാ പിടിച്ചോ. ഹാപ്പി ക്രിസ്മസ്. എന്താ ടോപ്പി ഫ്ലവേഴ്സ് ഒക്കെ? താങ്ക് യു. ഇഷ്ടപ്പെട്ടോ? ആ എനിക്ക് നല്ല ഇഷ്ടമായി. ഗിഫ്റ്റ് വേറെ ആരെയും കാണിക്കല്ലേ. അതെന്താ? അതൊക്കെയുണ്ട്, വീട്ടിൽ ചെന്ന് തുറന്നു നോക്കിയിട്ട് പറയണം കേട്ടോ. ഓക്കേ. എന്താ മേഴ്സി ഇവിടെ നിൽക്കുന്നേ? അതോ, എനിക്ക് കിട്ടിയ ക്രിസ്മസ് ഫ്രണ്ട് വിനോദ. അവനാണെങ്കിൽ ഒരാഴ്ചയായിട്ട് വന്നിട്ടുമില്ല. അതുകൊണ്ട് ഈ ഗിഫ്റ്റ് എനിക്ക് കൊടുക്കാൻ പറ്റിയില്ല. ആണോ? ഇനിയിപ്പോൾ എന്ത് ചെയ്യും? എനിക്ക് മൈക്കിളിന് ഈ ഗിഫ്റ്റ് എങ്ങനെയെങ്കിലും കൊടുക്കണമെന്നാ. അപ്പോൾ മൈക്കിളിന് ക്രിസ്മസ് ഫ്രണ്ട് എങ്ങാനും അവന് ഗിഫ്റ്റ് കൊടുത്താൽ 2 ഗിഫ്റ്റ് ആവത്തില്ലേ? അതപ്പം മനസ്സിലാവില്ലേ? അതിന് തന്നെയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. അവൻ എന്തായാലും ഇന്ന് ലേറ്റ് ആയിട്ടേ വരത്തുള്ളൂ. അതിനുള്ളിൽ ആരാണെങ്കിലും അത് കണ്ടുപിടിച്ച് മാറ്റണം. അതാണ്. ഓ അങ്ങനെയാണല്ലേ. ഹായ് മേസി, മൈക്കിളിനെ കണ്ടോ? എന്തിയാ പാറു? അതോ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാ. പാറു ആണോ ക്രിസ്മസ് ഫ്രണ്ട് മൈക്കിളിൻ്റെ? അതെ. ഓഹോ ആ അതെ പാറു, ഇന്ന് മൈക്കിൾ ലീവാ. ആണോ? വിഷമിക്കണ്ട, അതിങ്ങോട്ട് തന്നേരെ, ഞാൻ പറഞ്ഞു കൊടുത്തേക്കാം. ശരിക്കും മറക്കാണ്ട് കൊടുക്കണേ. ഓക്കെ. താങ്ക് യു മേസി. അവളുടെ ഒരു ഗിഫ്റ്റ്. അയ്യോ പൊട്ടിപ്പോയല്ലോ. പൊട്ടട്ടെ. ആ മേഴ്സി. എങ്ങോട്ടാ? സ്കൂളിലോട്ടാണോ? നീ അങ്ങോട്ട് പോകണ്ട, പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് എല്ലാവരും പോയി. അയ്യോ എപ്പോൾ ഗിഫ്റ്റോ? ആ ഞാൻ കുറച്ച് ലേറ്റായി പോയി, എനിക്കാണെങ്കിൽ ബസ് കിട്ടാൻ ലേറ്റായി. ആ സാരിയില്ലെന്നേ, എൻ്റെ ഫ്രണ്ട് മൈക്കിളാ. ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്, ഹാപ്പി ന്യൂ ഇയർ. ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും ഞാൻ ഇത്തവണ ഒരു ന്യൂ ഇയർ ഗിഫ്റ്റ് തരുന്നുണ്ട്. നിങ്ങളുടെ റിസൾട്ട് വന്നിട്ടുണ്ട്. പേപ്പർ നിങ്ങൾ സ്റ്റാഫ് റൂമിൽ വന്ന് കളക്ട് ചെയ്യണം. അറിയാലോ, ജയിക്കാൻ മിനിമം മാർക്ക് 15ആണ്. നിങ്ങൾക്ക് എത്രയിലാണ് മാർക്കെന്ന് അറിയാലോ? 100ലാണ്. അതുകൊണ്ട് ഞാനിപ്പോൾ ഓരോരുത്തരുടെ മാർക്ക് പറയാൻ പോവുക കേട്ടോ. അയ്യോ, ന്യൂ ഇയർ ആയിട്ട് ഇന്ന് പേപ്പർ തരാൻ പോവാണോ മിസ്സേ? ആ പിന്നെ വേണ്ടേ, ഞാൻ പോയി എടുത്തിട്ട് വരാം കേട്ടോ. അയ്യോ ഇതെന്തായാലും വല്ലാത്ത ചതിയായിപ്പോയല്ലോ. പേടിയായിട്ട് മേല. വേറെ ആർക്കും ഒരു പേടിയില്ലല്ലോ, നമുക്ക് മാത്രമേ എത്ര പേടിയുള്ളൂ. അവന്മാരൊക്കെ പഠിച്ചിട്ടേ എഴുതിയതാ. അയ്യോ പൊട്ടാണ്ടിരുന്നാൽ മതി, വീട്ടിൽ കേട്ടൂല. അത് എനിക്കൊരു സംശയം, എസ് എ മാത്രം എഴുതിയ ജയിക്കോ? എൻ്റെ ഭഗവാനി, ഈ പാപിയോട് പൊറുക്കണമേ. എൻ്റെ പേപ്പർ മഴയത്തൊടിച്ച് പോവോ, കീറിപ്പോവോ, അല്ലെങ്കിൽ കാണാണ്ട് പോവോ, കത്തിപ്പോവോ ചെയ്യണമേ. സൈലൻസ് പ്ലീസ്. പിന്നെ ഒരു കാര്യം പറയാം, ഇത്തവണ വളരെ മോശം പ്രകടനമാണ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നല്ല പണിഷ്മെൻ്റ് ഉണ്ടാവും, നോക്കിക്കോ. മിസ്സേ, എനിക്കൊരു സംശയം, മിസ്സ് ഹസ്ബൻഡായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്താടാ? അല്ല, രാവിലെ തന്നെ ഞങ്ങൾക്കുള്ള പണിയായിരുന്നുകൊണ്ട് ചോദിച്ചതാ. പണിയോ? നന്നായിട്ട് പഠിച്ചിരുന്നെങ്കിൽ കുഴപ്പമില്ല ഉണ്ടായിരുന്നോ? അതല്ല മിസ്, നല്ലൊരു ദിവസമായിരുന്നു, ഇന്ന് തന്നെ വേണമായിരുന്നു. ചേടാ, ഇത് പരീക്ഷ പേപ്പറല്ലേ, ഇതൊന്ന് തന്നേ പറ്റൂ. മിസ്സേ, സുന്ദരി മിസ്സല്ലേ? എന്തിനാ മിസ്സേ? ഇന്ന് വേണ്ട, നാളെ മതി. ഇതിപ്പോൾ കിട്ടിയാൽ നിങ്ങളുടെ ടെൻഷൻ അങ്ങ് മാറത്തില്ലേ? പിന്നെ അതല്ല, നാളെയൊക്കെ ഈ വീക്കിൽ പേരൻസ് മീറ്റിംഗും കൂടിയുണ്ട്. അതെ, എന്താ നിങ്ങൾ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്? ചത്ത് 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 ന്യൂ ഇയർ തന്നെ. സബാഷ്. അയ്യോ തീർന്നു. അരുതരുതായിരുന്നു മിസ്. എന്താ ഇപ്പൊ പറഞ്ഞത്? കയ്യും കാലും ഒരു മരവിപ്പ്. ദൈവമേ, ഇങ്ങനെ ഇഞ്ചിഞ്ചായിട്ട് കൊല്ലാണ്ട് ഒറ്റടിക്ക് തീർത്തൂടെ? മതി മതി, ബഹളം മതി. മാർക്ക് വയ്ക്കാം. ഔട്ട് ഓഫ് 100 ആണ്. ലക്ഷ്മി 88. താങ്ക് യു മിസ്സേ.
ശ്വേത 75. ഔ പാസ്സായി. താങ്ക് യു മിസ്. മീനു 88. പാസ്സായ. പിന്നെ മീനുവും ലക്ഷ്മിക്ക് ഒരേ മാർക്കാണല്ലോ. ഒരുമിച്ചല്ലേ ഇരുന്നേ? അതെ മിസ്, പക്ഷേ ഞങ്ങളെ ഒരുമിച്ചാ പഠിച്ചേ, അതാ. അതെ മിസ്, ഞങ്ങളെ ഒരുമിച്ച് പഠിച്ചുകൊണ്ടാ. ശരി, വിശ്വസിച്ചു. ഞങ്ങളുടെ മാർക്കൊന്ന് പറ, ഇപ്പൊ ഞങ്ങൾ തലകറിഞ്ഞു വീഴും. പാർവതി. പാർവതിയുടെ മാർക്ക് ഞാൻ ഒട്ടും വിചാരിക്കാത്തൊരു മാർക്കാ. അയ്യേ, കരയല്ലേ. മിസ്സിനറിയാമോ, ഒരു ദിവസം കൊണ്ട് കുത്തിയിരുന്ന് പഠിച്ചതാ. എന്റെ ജീവിതത്തിൽ ഞാൻ എങ്ങനെ ചെയ്തിട്ടില്ല മിസ്. അതൊക്കെ പൊട്ടിയെന്ന് പറഞ്ഞാൽ അതൊരു തോൽവി തന്നെയല്ലേ മിസ്? അയ്യയ്യേ, എന്തുവായത്? കരയാൻ പറഞ്ഞില്ലല്ലോ, നീ മാർക്ക് പറഞ്ഞില്ലല്ലോ. കരച്ചിൽ നിർത്തിക്കേ. അതാണ് മിസ്. എന്നാ കേട്ടോ, 97. അതെ, ഇത്തവണ ക്ലാസ് ടോപ്പ് നമ്മുടെ പാർവതിയാണ്. അപ്പൊ സെക്കൻഡായിരിക്കും എനിക്ക്. അടുത്തത് ഇതേപോലെ തന്നെ എനിക്ക് ഞെട്ടലുണ്ടാക്കിയൊരു പേപ്പറാണ്. അതെ, ഈ പഠിപ്പിയായ എൻ്റെ പേപ്പർ. പറയൂ മിസ്സേ, സെക്കൻഡാന്ന് പറ മിസ്സേ. ഈ പേപ്പർ ഒരു പ്രത്യേക പേപ്പറാണ്. ഇതിൽ എസ് ഒന്നും എഴുതിയിട്ടില്ല, ബാക്കി എല്ലാ വൺവേഡും എഴുതിയിട്ടുണ്ട്. എസ് അതിന് എസ് ഒന്നും വന്നില്ലല്ലോ. വാസു 14. അതെ 14. മിസ്സേ, ഒരു മാർക്ക് തോപ്പിച്ചല്ലേ? എടാ, അതിന് പേപ്പറിൽ വല്ലതും വേണ്ട മാർക്കിടാൻ. മിസ്സേ, ഒരു മാർക്കെങ്കിലും കൂട്ടിത്താ മിസ്സേ. ഞാൻ തോറ്റാല് വീട്ടിൽ വിഷയാവും മിസ്സേ. അത് ശരി, ഇനിയിപ്പൊ മോങ്ങിയിട്ട് എന്തിനാ? മര്യാദക്ക് പഠിക്കണമായിരുന്നു. ആർക്കും ഒരു മാർക്ക് പോലും കൂടുതൽ തരത്തില്ല. എഴുതിയേക്കുന്നതിന് മാത്രമേ മാർക്കുള്ളൂ. മിസ്സേ, എന്റെ മടിയാ മിസ്സേ. എനിക്ക് മാർക്ക് കിട്ടുമ്പോ വീട്ടിൽ ചിക്കൻ ബിരിയാണി വെച്ച് തരാന്നമ്മ പറഞ്ഞതാ. ഇനി തോറ്റു കുടിച്ചതാ, കഞ്ഞിയും വയറും മാത്രം തിന്ന് ജീവിക്കേണ്ടി വരും മിസ്സേ. എന്തിനാ മിസ്സേ, ഒരു മാർക്കല്ലേ ഉള്ളൂ, ഒരു അര മാർക്കെങ്കിലും കൂട്ടിത്താ മിസ്സേ. എന്നും പാസ്സാക്കും പ്ലീസ് മിസ്സേ, പ്ലീസ്. എടാ കരയില്ല മിസ്സേ, എനിക്ക് ഈ തോൽവി സഹിക്കാൻ പറ്റത്തില്ല മിസ്സേ. എന്തിനാ മിസ്സേ, ഒരു മാർക്കിന്റെ കാര്യമല്ലേ ഉള്ളൂ, പ്ലീസ് പ്ലീസ്. നടക്കത്തില്ല മിസ്സേ, ഞാനിത് നല്ലോണം പഠിച്ചോളാം, ഉറപ്പായിട്ട് പഠിച്ചോളാം. എന്റെ തോപ്പിക്കില്ലേ മിസ്സേ, എന്റെ തോപ്പിക്കില്ലേ. നീ അവിടെ നിന്ന് ഫുൾ കോപ്പി ചെയ്യായിരുന്നല്ലോ, എന്നിട്ട് പോയി നിനക്ക് 14 കിട്ടിയുള്ളൂ. അതാ മിസ്സേ, ഞാൻ ഇവളുടെ നോക്കിയത് ഇവളുടെ നോക്കിയത് അവളുടെ നോക്കിയത്, അതായിരുന്നു എനിക്ക് പറയാനുള്ള. ഞാനൊരു 14 കൂടുതൽ മാർക്ക് എന്തായാലും എനിക്കുണ്ടാവും മിസ്. ഒന്നുകൂടി ചെക്ക് ചെയ്യും മിസ്സേ. ചേടാ, ന്യൂ ഇയർ ആയിട്ട് കരയണ്ട, ഒരു മാർക്ക് ഇട്ടേതും ജയിക്കും. പക്ഷേ ഇനി അടുത്തൊരു എക്സാമിനും കൂടി ഞാൻ നോക്കും. എങ്ങാനും ഇതുപോലെയാണെങ്കിൽ നിന്റെ 2 മാർക്ക് ഞാൻ മനഃപൂർവ്വം കട്ട് ചെയ്യും മിസ്സേ. ഞാൻ പഠിക്കും മിസ്സേ, ഞാൻ പഠിക്കും മിസ്സേ. മിസ്സേ, എന്നെ കണ്ടാലേ അറിയില്ലേ ഞാനൊരു പഠിപ്പിയാന്ന്. ലുക്ക് മാത്രമേ ഉള്ളൂ. അങ്ങനെ പറയില്ലേ മിസ്സേ, ഞാൻ എന്തായാലും മാർക്ക് വാങ്ങും. ചതിക്കരുത് എന്നെ. ശരി ശരി, നീ ബാക്കിയുള്ളവരുടെ മാർക്ക് വയ്ക്കാം. മഴക്കാറുണ്ടോ? ഓ ഇല്ല, വെയിലുമില്ല മഴയുമില്ല. എന്തോന്നു പാറു? ടോമിച്ചേട്ടാ അണ്ണാ. ഞാൻ വന്നിട്ട് കുറച്ച് നേരമായല്ലോ. എന്താ പരിപാടി? ഞാൻ ഈ മഴയൊക്കെ പെയ്യുന്നുണ്ടോ നോക്കിയതാ. മഴ പെയ്യുന്നുണ്ടെങ്കിൽ അവധി ഉണ്ടെങ്കിലോ, ഇന്ന് പോകണ്ടല്ലോ. അത് ശരി. അല്ല, മാളു എന്തി? ടോപ്പിച്ചേട്ടാ, ഇന്ന് നമ്മുടെ നമുക്ക് രണ്ടോട് കൂടി പോകാം കേട്ടോ. മാളു ചേച്ചി ഒരുപാട് നേരത്തെ പോയി, ഞാനിപ്പോൾ റെഡി ആയില്ല. പിന്നെ ടോപ്പിച്ചേട്ടനോട് പറഞ്ഞില്ലല്ലോ, അന്ന് നമുക്ക് ഒരുമിച്ച് പോകാമല്ലോ. എന്തിനാ നേരത്തെ പോയിട്ട്? നേരത്തെ പോയെന്നോ? അതെന്താ? എനിക്കൊന്നും അറിയില്ല. നമ്മളെന്തായാലും സ്കൂളിട്ടല്ലേ, അപ്പം ചോദിക്കാലോ, കാണുമ്പോൾ ചോദിക്കാലോ. പിന്നെന്താ, വാ പോവാം. ശരിയാ, വാ പോവാം. ടോമിച്ചേട്ടാ, അത് പിന്നെ ഉണ്ടല്ലോ, ഇന്ന് എൻ്റെ ബാഗിന് ഇത്തിരി കനം കൂടുതലാ. അമ്മയാണെങ്കിൽ ഒരുപാട് ചോറ് വെച്ച്, പിന്നെ ആണെങ്കിലേ ഇന്ന് എക്സ്ട്രാ 2 പീരീഡും കൂടി ഉണ്ട്. എന്നതുകൊണ്ട് ബുക്കൊക്കെ കൂടുതലാ. പിന്നെ ബാഗ് ഒന്ന് പിടിക്കാവോ? ഇത് മാള് പറഞ്ഞ പോലെ കുരിശായല്ലോ. എൻ്റെ പൊന്നു ടോമിച്ചേട്ടനല്ലേ, എന്തിനായോ പ്ലീസ് ഉണ്ട്. ശരി ശരി, വാ വാ. ഉണ്ടല്ലോ, പിന്നെ ഉണ്ടല്ലോ, പോകുന്ന വഴിക്ക് ഒരു മിഠായി വാങ്ങി തരാവോ? മിഠായോ? മിഠായി. പിന്നെ നമുക്കേ നമ്മുടെ ജോസഫേട്ടൻ്റെ കടയിൽ പോയിട്ട് ഒരു സമൂസയും ചായയും കുടിക്കാം. ചുരുക്കം പറഞ്ഞാൽ ഇന്ന് വീട്ടിൽ നിന്നൊന്നും കിട്ടിയില്ലേ? ചേട്ടൻ്റെ തമാശ. എന്തിനായോ, ഇപ്പാണെങ്കിൽ മഴ ചേച്ചിയില്ല, അവളാണെങ്കിൽ ഒന്നിനും സമ്മതിക്കില്ല. എന്തിനാ, പ്ലീസ് പ്ലീസ്. ശരി ശരി, വാ വാ, നടക്ക് മുതല. ഹായ് മാളു, എന്താ നീ നേരത്തെ പോന്നോ?
മാളു, നിത്യ ഫസ്റ്റ് പീരീഡ് എന്താ? ചേട്ടാ ഇവളെന്തൊന്നും മിണ്ടാത്തേ? ഇന്ന് ഫസ്റ്റ് പീരീഡ് മാത്സാ. ചേട്ടാ മാളു എന്താ മിണ്ടാത്തേ? ഹായ് ചേച്ചി, എവിടെ പോയിട്ട് വരുമോ? ചേച്ചി ഇൻട്രോയിലല്ലേ നാരങ്ങാവെള്ളം കുടിക്കാൻ പോയോ? ഒറ്റയ്ക്കോ? ഫ്രണ്ട്സ് എന്തേ? വന്നിട്ട് ഞാൻ ഓടിങ്ങ പോകുന്നേ ഉള്ളൂ. ആണോ? അതെ. ചേച്ചി ടോബിച്ചേട്ടൻ എന്തേ? ടോബി എൻ്റെ പോക്കറ്റിലുണ്ട്. എന്തേ? അതിനെന്താ ചൂടാവണേ? ഇനി എനിക്കറിയോ? ചേടാ എപ്പോഴും നിങ്ങൾ ഒരുമിച്ചല്ലേ, അതുകൊണ്ട് ചോദിച്ചെന്നേ ഉള്ളൂ. അങ്ങനെ ഇപ്പോൾ ചോദിക്കണ്ട. എന്തെങ്കിലും അറിയാമെങ്കിൽ നേരിട്ട് പോയി അന്വേഷിക്കണം. ശരി ശരി. ചേട്ടാ അവരെന്തേ? അവര് വാഷ്റൂം പോയി. ഇതാരും മാള ചേച്ചിയാ? എടീ മിണ്ടണ്ട ചേച്ചി, കുറച്ച് സീന. കലിപ്പില്ല എല്ലൊക്കെ വിളിച്ചു പറയും, നമുക്ക് പോവാം. ആരിത് ശ്വേതമോളോ? എന്നുണ്ട് വിശേഷമൊക്കെ? സുഖാ ചേച്ചി. ചേച്ചിക്ക് സുഖാല്ലേ? അതെ ന്യൂ ഇയർ ഒക്കെ എങ്ങനെ ഉണ്ടായി? നല്ലതായിരുന്നു, അടിച്ചു പൊളിച്ചങ്ങോട്ട്. അല്ല ടോബിച്ചേട്ടൻ എന്തേ? തീർന്നു. എടീ ടോബിച്ചേട്ടൻ ചേച്ചിയുടെ പോക്കറ്റിലുണ്ടെന്ന്. ഓടിച്ചോ. എന്നാടി ഒരു പാട്ടൊക്കെ? അത് പിന്നെ ചേച്ചി ഒരു സന്തോഷവാർത്തയുണ്ട്. അതെ, എനിക്ക് ആദ്യമായിട്ട് ഞാൻ എത്തണം ക്ലാസ്സിൽ ഫസ്റ്റ്. നീ ക്ലാസ്സിൽ ഫസ്റ്റോ? അതെ ചേച്ചി, ഞാനും ഞെട്ടിപ്പോയി. അപ്പൊ ക്ലാസ്സിൽ വേറെ ആരും പരീക്ഷ എഴുതിയില്ലെത്തോണേ? ഓ ചേച്ചിയുടെ തമാശ. അങ്ങനെ നീ എങ്ങനെ ഒപ്പിച്ച്? പിന്നല്ല ഈ പാറു ആരാന്നാ നിങ്ങളുടെയൊക്കെ വിചാരം? വീട്ടിൽ ചെല്ലട്ടെ, അച്ഛനമ്മ ഞെട്ടോ ഞാൻ കാണിച്ചു തരാം. അത് പിന്നെ ഉറപ്പല്ലേ, അവരെന്തായാലും ഞെട്ടും. അല്ല ടോബിച്ചേട്ടൻ എന്താ ഇതൊന്നും കേട്ടിട്ടൊന്നും പറയാത്തേ? ഞാൻ കേട്ടേ ഞെട്ടിപ്പോയി, അതാ. എന്നാ വാ നമുക്ക് പോയേക്കാം. മാളു എന്താ മിണ്ടാത്തേന്ന് കാരണമെങ്കിലും ഒന്ന് പറ. മാളി ചേച്ചി ചേട്ടനോട് വഴക്കാണോ? ആണെങ്കിൽ അതെ പാറു, രാവിലെ തൊട്ട് വഴക്ക, എന്താണെന്നറിയില്ല. അയ്യേ എന്താ ചേച്ചി ഇത്? നിനക്ക് നഷ്ടമൊന്നുമില്ലല്ലോ. ഞാൻ വിചാരിച്ച് ചെറിയ വഴക്കൊക്കെ അപ്പം മാറിയെന്ന്. ഞാൻ വിട്ടും പോയി ചോദിക്കാം. എന്താ കാര്യം? പാറു മര്യാദക്ക് വീട്ടിലോട്ട് പോക്കോ. ചേടാ എന്തിനാ നീ അവളുടെ അടുത്ത് ചൂടാവുന്നേ? എന്തായാലും ഒന്ന് പറയുന്നേ, കാര്യമെങ്കിലും അറിഞ്ഞിരിക്കാലോ. പാറു എനിക്ക് ഇയാളോടൊന്നും മിണ്ടാനില്ലെന്ന് പറ. രവി ചേട്ടാ ചേച്ചിക്കൊന്നും മിണ്ടാനില്ല അത്ര. അതെന്താന്ന് ചോദിക്കൂ പാറു. ചേച്ചി അതെന്താന്ന്? സൗകര്യമില്ലെന്ന് പറയടി അങ്ങോട്ട്. ചേട്ടാ സൗകര്യമില്ലെന്ന്. എന്ത് പ്രശ്നമാണെങ്കിലും പറഞ്ഞു തീർക്കാലോ, പിന്നെന്താ? ചോദിക്കങ്ങോട്ട് പാറു. ചേച്ചി എന്ത് പ്രശ്നമാണെങ്കിലും പറഞ്ഞു തീർക്കാലോ, ചോദിക്കങ്ങോട്ട്. അല്ല അത് തന്നെ. ഇത് എത്ര പെട്ടെന്ന് തീരൂല പാറു. പറ ഇതെന്നാ ഞാൻ വലിയ ചണ്ടയാ? വേണമെങ്കിൽ ഞാൻ നേരിട്ട് പറ, കേൾക്കാലോ. ഒന്നും പറയടി അങ്ങോട്ട്. എനിക്ക് സൗകര്യമില്ല, രണ്ടും കൂടി തമ്മിൽ തല്ലോ എത്താന്ന് വെച്ചായിരിക്കും. ഞാൻ പോവാം. അവിടെ പോയല്ലോ, ഇനി ഇവിടെ നിന്ന് ശരിയാവൂല. നിക്ക് എന്തായിരിക്കും എന്നാലും രണ്ടുപേരും പോയല്ലോ. ഹായ് സൂപ്പർ ആയിരിക്കും. അമ്മ ഇനി നല്ലോണം വിശക്കുന്നുണ്ട്. അല്ല നിന്റെ ചേച്ചിയല്ലേ മാറല്ലേ? എന്റെ പൊന്നമ്മേ ഒന്നും പറയണ്ട. പൊരിഞ്ഞ യുദ്ധം എന്ന് പറഞ്ഞാൽ പൊരിഞ്ഞടി. സ്കൂളിൽ കിട്ടുന്ന അടി കൂടെ അമ്മ ഞാനായിട്ടല്ല, ടോബി ചേട്ടനാടി ചേച്ചി നല്ല വഴക്കമ്മേ. ടോബിയുടെ വഴക്കിട്ടെന്നോ? അതവളെന്തേ? അമ്മേ എന്താ മാളു ഭയങ്കര വഴക്കാറുന്നെന്ന് കേട്ടല്ലോ. അതമ്മയോട് ചുമ്മാ അറിയണേ. ചുമ്മാ ഒന്നും അല്ല അമ്മ, ശരിക്കും മര്യാദ സത്യം പറഞ്ഞ ഇല്ല എൻ്റെ കയ്യിൽ ഇപ്പം കിട്ടും. അതമ്മ അത് പിന്നെ ഞങ്ങൾ ചുമ്മാ ഇവളെ ഇറക്കാൻ വേണ്ടിയിട്ട് ഓരോന്ന് പറഞ്ഞ. ഓഹോ കള്ളപ്പെടുക നാടകമായിരുന്നല്ലേ, എന്നോടിത് വേണ്ടായിരുന്നു. ആടി നിന്നൊന്ന് പറ്റിക്കാം. അമ്മേ നമുക്കൊരു സന്തോഷ വാർത്തയുണ്ട്. എന്താണെന്നറിയാവോ? അമ്മ ഈ പൊന്നു വാറു ക്ലാസ്സിൽ ഫസ്റ്റാ. റിസൾട്ട് വന്നോ? അതെ അമ്മ, ഞാൻ തന്നെ ഫസ്റ്റ്. അതുകൊണ്ട് അമ്മ എനിക്ക് സ്പെഷ്യലായിട്ട് എന്തെങ്കിലുമൊക്കെ എടുത്ത് വെക്കും. എന്താടാ നീ ചെയ്യുന്നത്? ക്ലാസ്സിൽ ആരും ഇല്ലല്ലോ. അതാ ഞാൻ ആലോചിക്കുന്നത്, ഇന്നൊരു അവധി ദിവസമാണോ നീ? ഒരു അവധി ദിവസം പോയിട്ട് ടീച്ചേഴ്സ് എല്ലാം വന്നിട്ടുണ്ട്. എല്ലാവരും വൈകായിരിക്കും, നോക്കാം. ആ ടോബിനെ കാണുന്നില്ലല്ലോ. പിന്നെ മാളവിക, കുറേ നാളെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. അയ്യോ ഇനി ഇവനങ്ങനെ എന്നെ പ്രപ്പോസ് ചെയ്യാൻ വരുവാണോ? ഇതോ തന്നോടാ. എന്താ വേണ്ട നീ ഇപ്പൊ ഒന്നും പറയണ്ട. അല്ലേ താനൊന്ന് കേക്ക്. കേട്ടാ പിന്നെ അതോടെ തീരും. അല്ലേ എല്ലാരും അവിടെ പോയി. ഗുഡ് മോർണിംഗ് മിസ്. എല്ലാവരും എവിടെ പോയെന്ന് അറിയത്തില്ല. ചേട്ടാ നിങ്ങളോടൊരു സന്തോഷ വാർത്ത പറയാൻ വന്നാണല്ലോ. ആരും ഇല്ലാണ്ടിപ്പോ എങ്ങനെയാ? സാരമില്ല, എല്ലാവരും വീട്ടിൽ വിളിച്ചു പറയാം. എന്താ മിസ്? അതോ നമ്മുടെ സ്കൂൾ ടൂർ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഇനി എവിടെ പോകണമെന്ന് തീരുമാനിച്ചാൽ മതി. ഈ ആഴ്ച തന്നെ നമ്മൾ ടൂർ പോകും. അതേലോ, എന്താ സന്തോഷമായില്ലേ? ഹായ് മിസ്.
ഇനി പ്ലേസ് ഏതാണെന്ന് വേണം തീരുമാനിക്കാൻ. നിങ്ങൾ കൂട്ടുകാർ വരട്ടെ, എല്ലാവരും കൂടി ഇരുന്ന് ആലോചിച്ച് തീരുമാനിക്കും എത്ര ദിവസം വേണം, എവിടെ പോകണം എന്നൊക്കെ. ഓക്കെ ഓക്കെ മീസ്, ഇന്നൊന്നും പഠിപ്പിക്കണ്ട മീസ്. എന്തായാലും നല്ല സന്തോഷമുള്ള ദിവസമല്ലേ, ഇന്നൊന്നും പഠിപ്പിക്കണ്ട. അതെ മിസ്, ഇന്ന് ആരും ഇല്ലല്ലോ, നമുക്ക് എന്തെങ്കിലുമൊക്കെ മിണ്ടിയും പറഞ്ഞിരിക്കാം. മിന്നും പറഞ്ഞിരിക്കാന്നോ? ആ ശരി, ഒന്നും പഠിപ്പിക്കുന്നില്ല. പക്ഷേ എനിക്കൊരു സ്പെഷ്യൽ ക്ലാസ് എടുക്കാൻ പോകണം. നിങ്ങൾ ഇവിടെ ഇരുന്നോ, കുറച്ച് കഴിഞ്ഞിട്ട് ആരും വന്നില്ലെങ്കിൽ നിങ്ങളെ വീട്ടിൽ വിടാട്ടോ. നീ കഴിച്ചില്ല എന്നത് കഷ്ടമായിപ്പോയി. അതെ 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 പിള്ളേരെ, എനിക്ക് ബോറടിക്കുന്നു. നമുക്ക് എന്തെങ്കിലും കളിച്ചാലോ? പാട്ട് മത്സരമായാലോ? ആ അത് കൊള്ളാം, ഞാൻ തുടങ്ങാം. ആരെയൊക്കെ ഒന്ന് തുടങ്ങി, ബോറടിച്ചിട്ട് മേലെ. തുമ്പി പെണ്ണി വാവാ തുമ്പച്ചോട്ടിൽ വാവാ, തുമ്പി പെണ്ണി വാവാ തുമ്പച്ചോട്ടിൽ വാവാ. വാ വായോ, വാ കൊണ്ടൊരു പാട്ട് വേണം, അല്ലാണ്ട് പിന്നെ പറയാം. വേഗം പാടിച്ചോ, ലിങ്ക് ഔട്ടാവും. വന്നേ 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 മുറ്റത്തെ മാവേലി പോയേ പോയേ പൂക്കളം ഇട്ടല്ലോ ഇട്ടല്ലോ. ഈയോ ആ ഈ തന്നെ ശരി, വേഗം പാടിച്ചോ, ഇപ്പൊ തന്നെ ഔട്ടാവും. താത്താ നീ ആ പാട്ടിന് വരുമോ? ഒന്നും മിണ്ടാതിരിക്കടാടാ, കുറെ നേരമായില്ല. ഞാൻ ആലോചിക്കട്ടെ. ഈച്ച 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 കണ്ണ് രണ്ടും ഈച്ച, ഈ പിന്നെ ഈയോ എന്നാ പിടിച്ചോ, ഇപ്പൊ ശരിയാക്കാം. ഈ പുഴയും കുളിക്കാറ്റും പോത്തോടും പൂമഞ്ഞും പോതലട പശു. ഹായ് മേഴ്സി. ഹായ് ഗോപു. എന്താ ഇവിടെ നിൽക്കുന്നേ? ആ ഗോപു, ഒരു കാര്യമുണ്ട് നിന്നോട് ഞാൻ പറയാം. എന്തായാലും നിന്നെയും കൂടി കാണാൻ വേണ്ടിയിട്ടാണ് ഞാനിരുന്നത്. എന്താ മേഴ്സി, എന്താ കാര്യം? നീ അന്ന് തന്ന ഇൻഫർമേഷൻ വളരെ ഉപകാരപ്പെട്ടു. അവറ്റകൾക്കിട്ട് ഒരു പണി കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞില്ലേ, അത് ഇന്ന് ഞാൻ കൊടുക്കുന്നുണ്ട്. പണിയോ? എന്ത് പണി? അതൊക്കെ ഉണ്ട്, നീ കണ്ടോ? എന്നോട് വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണ് നീ എന്നോട് പറയാത്തെ? വേറെ ആരെക്കാളും വിശ്വാസം എനിക്ക് നിന്നെയാ. നീ കണ്ടോ? ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യ്, ഇപ്പം അവർ വരും. ആ നോക്കാം. ഇതെന്താ കയ്യിലൊരു ബുക്ക്? ഇതാണ് പണി. ബുക്ക് പണിയോ? ആ ഗോപു, നീ പോയിട്ട് അവർ വന്നിട്ടുണ്ടോ നോക്ക്. വരുന്നുണ്ടോ? ആ വന്നുണ്ട് വന്നുണ്ട്. നീ എന്താ ചെയ്യാൻ പോണേ? നമ്മൾ ഈ ബുക്ക് ഇവിടെ ഇട്ടിട്ട് ഒളിച്ചിരിക്കും. വാ. എന്നിട്ട് കണ്ടോ നീ? അവറ്റകളെ എത്താറായെന്ന് തോന്നണേ. വാ, നമുക്ക് ഇവിടുന്ന് മാറിയേക്കാം. ഇന്നെന്താ ആരും വരാഞ്ഞേ? അത് ഇന്ന് ആരും വന്നില്ല, അതുകൊണ്ട് രസമില്ല. വിട്ടാൽ മതിയായിരുന്നു. നേരാ, മാളിച്ചേച്ചിയുടെ ക്ലാസ്സിലും ആരുമില്ല. മാളിച്ചേച്ചിനൊക്കെ നേരത്തെ വിടും അത്ര. നമ്മളെ മാത്രം. ദേ മീനശേത ഒരു ബുക്ക് കിടക്കുന്നു. ഞാനിത് കുറേ നേരമായിട്ട് കാണുക. ഇത് ആരുടെയോ കയ്യിൽ നിന്ന് വീണു പോയതാണല്ലോ. ഇതാരും എടുത്തോ, നമുക്ക് സ്റ്റാഫ് റൂമിൽ കൊടുക്കാം. എന്താണെന്ന് നോക്കട്ടെ. നോക്കിക്കേ മീന, പാറു നോക്കിക്കേ. ഒരു വഴി. നിധിയോ? പാറു, നിധി. നമുക്ക് നിധി കിട്ടുമോ ഇത് വായിച്ചാ? എന്തായാലും മൊത്തം ഒന്ന് വായിച്ചു നോക്കാം, എന്തെങ്കിലും ക്ലൂ കിട്ടിയാലോ? വാ, നമുക്കൊരു കാര്യം ചെയ്യാം. ലൈബ്രറിയിൽ പോയിരുന്ന് വായിക്കാം. അവിടെ ആകുമ്പോൾ ആരും വരത്തില്ലല്ലോ. നേരാ, ഞാൻ പോയി മിസ്സിന്റെ അടുത്ത് പെർമിഷൻ എടുത്തിട്ട് വരാം. ഓക്കെ, വേഗം വന്നോട്ടോ. ഫുള്ള് വായിക്കാണ്ട് ഒരു സമാധാനമില്ലല്ലോ ശ്വേത. വാ, നമുക്ക് പോയി വായിക്കാം. കണ്ടോ ഗോപു, കറക്റ്റായിട്ട് വന്ന് ചാടി. ഈ മേശ വെച്ച കെണിയിൽ അവറ്റകൾ കറക്റ്റായിട്ട് വന്ന് വീണു. ഇനി എന്ത് ചെയ്യും? ഇനിയൊക്കെ ആ ബുക്ക് നോക്കിക്കോളും. കണ്ടോ നീ? എങ്ങനെ? ഒരാഴ്ചക്കുള്ളിൽ അവറ്റകൾക്കുള്ള പണി കിട്ടും. പിന്നെ നമ്മൾ ടൂർ പോവല്ലേ, ഈ ടൂറിൽ ഉറപ്പായിട്ട് ഞാൻ മൈക്കിളിനെ പ്രപ്പോസ് ചെയ്യും. നോക്കിക്കോ, അതിന് ഇവറ്റകൾ ഒരു ശല്യമാവില്ല. അത്രയ്ക്ക് പണിയാ? ഓ, ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുന്നു എന്താണെന്നറിയാം. അതെ അതെ, എൻ്റെ ഗ്രാമീണ കാലത്തുള്ള ബുക്കാ. നല്ല ഒന്നാന്തരം പണിയണ ബുക്ക്. നമ്മൾ എവിടെയായിരിക്കും ടൂർ പോകുന്നത്? അതെ, ടീച്ചർ ഈ ആഴ്ച പറയാന്നൊക്കെ പറഞ്ഞത്. എന്തായാലും സൂപ്പർ ആയിരിക്കും. അത് ഈ ടൂർ നമുക്ക് അടിച്ചു പൊളിക്കണം. അയ്യോ, ലക്ഷ്യം കൂടി വന്നിട്ട് വേണം ഇതൊന്ന് പറയാം. നമ്മൾ ലക്ഷ്യം കൂടി വന്നിട്ട് ആ ബുക്ക് വായിക്കാമെന്ന് തീരുമാനിച്ചത് നന്നായി. അതെ അതെ, ഇല്ലെങ്കിൽ അവിടെ ഒറ്റപ്പെട്ടു പോയില്ലേ? ആഹാ, നിങ്ങൾ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നോ? ഇല്ല, ഞങ്ങൾ ഇവിടെ ഇരിക്കുമായിരുന്നു. എന്തേ? അല്ല, ഞാനെന്താ ഇവിടെയൊക്കെ നോക്കിയെന്നറിയോ നിങ്ങളെ? നിങ്ങളതിന് കാണാണ്ടൊന്നും പോയിട്ടില്ലല്ലോ, പിന്നെന്താ? അല്ല, അത് പിന്നെ ഞാൻ ഈ മീനുവിനെ ഒന്ന് കാണാൻ വന്ന. ആ, കണ്ടില്ലേ? ഇനി പൊക്കോ. ഇയാളെക്കൊണ്ട് തന്നെക്കൊണ്ട് തന്നോട് സംസാരിക്കാൻ എനിക്ക് സൗകര്യമില്ല. മീനു, ഒന്ന് വന്നേ. നിന്നോട് മിണ്ടാൻ പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ. ഒന്ന് പോയേടാ. എന്താ ചെയ്ത?
നിങ്ങൾ എപ്പോൾ നോക്കിയാലും വഴക്കാണല്ലോ. പിന്നെ അല്ല ഇവര് എപ്പോഴും ഇങ്ങനെ. അതെ മീനു, എനിക്ക് മീനുവിൻ്റെ അടുത്തൊരു കാര്യം പറയാനുണ്ട്. എന്തേ പറഞ്ഞോ? അതെ മീനുവിൻ്റെ ഒരു ഫ്രണ്ടില്ലായിരുന്നോ, മറ്റേ മേസി. അവൾ എൻ്റെ ഫ്രണ്ടൊന്നുമല്ല, എൻ്റെ എക്സ് ഫ്രണ്ട്. അതെന്തേ എന്നെ പറ്റി? അതൊക്കെയല്ലേ നീ വന്ന കാര്യം പറ. അത് പിന്നെ എന്നാടാ പറയടാ. അതിപ്പോ നിനക്ക് അവളെ ഇഷ്ടമായിരിക്കും അതല്ലേ? ആ അത് തന്നെ എനിക്ക് നീയുടെ സഹായം ഒന്ന് വേണമായിരുന്നു. ഒന്ന് അവളോടൊന്ന് പറയാവോ? നമ്മുടെ വിളിച്ച് ഇതൊക്കെ ഞാൻ നേരിട്ട് പറഞ്ഞാൽ മതി, എന്നൊന്നും കിട്ടൂല. നീ ഓക്കെ? മീനു പ്ലീസ്, മീനു പ്ലീസ്. ഏതാ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നേരിട്ട് പറയുന്നതാ അവക്കും അങ്ങനെ ഇഷ്ടം. നേരിട്ട് പറയണവരെ ഇഷ്ടമുള്ളൂ. ശരിക്കും അങ്ങനെയാണോ? അപ്പൊ എന്നെ ഇഷ്ടപ്പെടുമായിരിക്കും അല്ലേ? ഞാൻ നോക്കിക്കോ, ഇപ്പൊ തന്നെ പോയി പറയും. ആ നടക്കട്ടെ ചെല്ലിയില്ലേ, വേഗം പോയി പറയട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. നിങ്ങൾ കേട്ടോ എന്തി എന്താ അവൻ പറഞ്ഞേ? അവന് മേസിനെ ഇഷ്ടാന്ന് അതെന്നോട് പറയാ. നല്ല സൂപ്പർ ജോഡി. അതെ സൂപ്പർ ജോഡി തന്നെ. മേഡ് ഫോർ ഈച്ച് അതർ. എങ്ങനെ കിട്ടും? അതെ നമുക്ക് അവരെ ഹെൽപ്പ് ചെയ്യാം. ഇത് പൊളിക്കും, സൂപ്പർ ആയിരിക്കും. അതെ മീനു, ഇത്രയും വലിയൊരു കോമഡി ഇനി നടക്കാനില്ല. അവൻ മേസിയുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കൂട്ടും ഇങ്ങനെയാണെങ്കിൽ. മേസി എന്താ ഇപ്പൊ ചെയ്യാ? പോയെന്ന് മുട്ടി വീഴ്ത്താം. അവോ വീണു വളഞ്ഞത് തന്നെ. അയ്യോ എന്റെ മുട്ടുപൊട്ടി. ഓ മൈ ഗോഡ്, ചോര വരുന്നുണ്ടല്ലോ. മേസി വിഷമിക്കണ്ട, ഞാൻ ഇപ്പൊ തന്നെ മെഡിക്കൽ റൂമിൽ കൊണ്ടാക്കാം. എടാ കാലമാടാ, നീ എന്നെ ഉരുട്ടിയിട്ടല്ലോ. അങ്ങനെ പറയല്ലേ മേസി, ഇതിപ്പൊ തന്നെ ശരിയാവൂലോ. സാരില്ല കരിയല്ലേ. എടാ എന്താണ് ഇതൊക്കെ? മേസി ഐ ലവ് യു. എന്നെ ഇറക്കടാ അവിടെ. ഐ ലവ് യു എന്നോ? ഇറക്കടാ എന്നെ അവിടെ. മേസി മിണ്ടരുത്, ചോര വരുന്നു. അയ്യോ ചോര. ബോധം പോയോ? ഇനി എങ്ങാനും എന്റെ മേസി ഈ വാസുവിനോട് നീ ക്ഷമിക്കുമെന്ന് വിചാരിക്കുന്നു. ലച്ചുന്റെ മുടി കാണാൻ അടിപൊളിയാ. താങ്ക് യു. ഇതിന് എന്താ വളയിടുന്നേ? രാവിലെ കുറച്ച് ചാണകപ്പൊടിയും വൈകുന്നേരം കുറച്ച് കീടനാശിനി. ലച്ചു നല്ല തമാശക്കാരിയാണല്ലോ. വാസു പൊട്ടും മോശമല്ലല്ലോ. ഓ അന്ന് അവിടുന്ന് ഞാൻ ആ ലച്ചുനും കൂടി ഇങ്ങോട്ട് വിളിക്കാം. നമുക്ക് ഇവിടെ ഇരുത്താം. നമുക്കിപ്പോൾ 4 പേർക്ക് ഇരിക്കാമല്ലോ. ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. എങ്കിലേ വാസു അവളെ കത്തി വെച്ച് കൊല്ലും. ലച്ചു എന്താ പാറു? ഇങ്ങോട്ട് വാ, ഇവിടെ ഇരിക്കാം. ആവൂ എപ്പോ വന്നെന്ന് ചോദിച്ചാൽ മതി. ദേവന് ലച്ചു പോലെ ലച്ചു ഇവിടെ ഇരി, ഞാൻ ഒറ്റപ്പെട്ടു പോയി. അയ്യേ എടാ നീ കുറച്ചു നേരം ഒറ്റയ്ക്ക് ഇരിക്കുക, അതാ നിനക്ക് നല്ലത്. വളരെ നന്ദിയുണ്ട്. ഒരു പിള്ളേരെ നിങ്ങൾ കൊള്ളാലോ. ഞാൻ ഇനി അവിടെ പോയിരിക്കും. മിസ് വരട്ടെ, ഞാൻ പറഞ്ഞു കൊടുക്കണുണ്ട്. ഒന്ന് പോയേടെ ഇറക്കാ, നിനക്കൊരു പണിയില്ലേ? ആ ഫ്ലോ അങ്ങ് പോയി. ഗുഡ് മോർണിംഗ് മിസ്. എനിക്കത്ര കൂട്ടല്ല. അതെന്തേ വാസു, എന്നെ പറ്റി? മിസ്സേ ഇവന്മാരെ എന്നെ ഒറ്റപ്പെടുത്തുക. എന്നെ ഒറ്റക്കിട്ടിട്ട് പോയി മിസ്. ഞാനിപ്പോ ഒറ്റയ്ക്കായി. അയ്യേ ഇത്ര നിസ്സാര കാര്യത്തിനാണോ? വാസു ഇങ്ങോട്ടാ, ഈ ഫ്രണ്ട് ഇരുന്നോ. മിസ് ഈ വാസു ഞങ്ങളെ കൊഞ്ഞനം കുത്തുന്നു. മര്യാദ ഇരിക്കാതെ ഇരിക്കും, ഇല്ലെങ്കിൽ ഞാൻ പോയി വടി എടുത്തിട്ട് വരും. ഇരുന്നു മിസ് ഇരുന്നു, ഇനി ഒരു പ്രശ്നമില്ല. എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. നമ്മുടെ ടൂർ പോകുന്ന സ്ഥലം ഏകദേശം ഉറപ്പിച്ചിട്ടുണ്ട്. ശരിക്കും എവിടെയാ മിസ്? അതെ എവിടെയാ മിസ്? പറ. കറായി ബീച്ചാണ് ഷോർട്ട് ലിസ്റ്റ് ചെയ്തേക്കുന്നത്. നമുക്ക് നിങ്ങളോടും കൂടി ചോദിച്ചിട്ട് അതിൽ തീരുമാനം എടുക്കോളൂ. എല്ലാ ക്ലാസ്സിലും അത് ഓക്കെയാണ്. ഇനി നിങ്ങൾ വേണം പറയാൻ. എന്തേ നിങ്ങൾ കേട്ടിട്ടില്ലേ? അതല്ല മിസ്, കറായി ബീച്ച് കേട്ടിട്ടുണ്ട്. ഇവരെന്നെ ഇങ്ങനെ കേട്ടാൽ ബീച്ചെന്നാ നിങ്ങളെ പിടിച്ച് കടിച്ച. ഒന്ന് പോയടാ അവിടെ നിന്ന്. മിസ് ശരിക്കും കറായി ബീച്ചാണോ? ആണേ ഉറപ്പായിട്ടും? അതേലോ, എന്താ ഒരു സംശയം? നിങ്ങൾ ഓക്കെ ആണോ? ഹായ് സൂപ്പർ ബീച്ചാ, നിറച്ച് തിരമാലയാ. പിന്നെ ബീച്ചിലെ തിരമാലയിലാണ് വനമാലയാണോ? ഇവനൊക്കെ ഉണ്ട്. മിസ്സേ കണ്ടാ മിസ്സേ? നിങ്ങൾക്കപ്പോ സമ്മതാണോ? അപ്പൊ നമുക്ക് ഈ പ്ലേസ് ഉറപ്പിക്കാം.
പോയിട്ട് ഇതിന് തീരുമാനമാക്കട്ടെ. പിന്നെ നിങ്ങളുടെ പേരൻസ് മീറ്റിംഗ് ടൂർ കഴിഞ്ഞ് വന്നിട്ടായിരിക്കും കേട്ടോ. ഹായ് ഹായ്, എന്നാലും ഇതെങ്ങനെ സംഭവിച്ചല്ലേ? അതെ അതെ, ഞാൻ ആ ഞെട്ടലിന്ന് മാറിയിട്ടില്ല. ഇനി നമുക്ക് ഈ ടൂറിന്റെ ഇടയ്ക്ക് വെച്ച് മുങ്ങി നമ്മുടെ പ്ലാൻ പ്രകാരം നിധി കണ്ടുപിടിക്കും. അതെ അതെ, ആർക്കൊരു സംശയം ഉണ്ടാവില്ല. നിധിയോ? ഒരു മാർക്ക് ഭ്രാന്തായോ? അല്ലല്ല, നിധി പോലെ കിട്ടിയ ടൂർ എന്ന് പറഞ്ഞാണേ. അതെ അതെ, കറായി ബീച്ച്, സൺസെറ്റ്. ഉറപ്പായിട്ട് ഞാൻ എൻ്റെ മേഴ്സിയോട് എൻ്റെ പ്രണയം പറഞ്ഞിരിക്കും. ചെറുക്ക, ആ വളരെ നന്നായിരിക്കും. നിന്റെ ഏതോ ഒരു പല്ല് ഇളകിയിരിക്കല്ലേ, അതങ്ങ് പോയി കിട്ടും. അങ്ങ് പോയേടി. തിരിച്ചു കിട്ടാത്ത സ്നേഹം മനസ്സിന്റെ വിങ്ങലാകുന്നു. അത് നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. ഓ, വിങ്ങുന്ന ഹൃദയമുള്ളവനാണോ? അതെ അതെ. അത് പറഞ്ഞപ്പോഴാ ദേ കാറും മൈക്കിളും ഉണ്ടാവട്ടോ. ഇത്തവണ നീ എസ് പറയണം. അവൻ പ്രപ്പോസ് ചെയ്തിട്ട് പോയിട്ട് ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. അതെ, ഞാൻ എന്തായാലും വെയിറ്റ് ചെയ്തിരിക്കുവായിരുന്നു. കൊച്ചു കള്ളി, പറ്റിയ സമയം. എനിക്കും പറ്റിയ സമയം. ശരി, എന്തോ എങ്ങനെ സഹായിക്കടി? എന്ത് പറ്റി രമണ? നിനക്കറിയാവുന്നതല്ലേ, എനിക്ക് ആ മേഴ്സിനെ ഇഷ്ടാടി. ഒന്നൊന്ന് സഹായിക്കടി, ഞങ്ങളൊന്ന് ലൈനാക്കാൻ. ഞാനെങ്ങനെ സഹായിക്കാനാ? നീ പോയി പറഞ്ഞതല്ലേ, അപ്പൊ നിനക്ക് നല്ലത് കിട്ടുകയും ചെയ്തില്ലേ? അവൾക്ക് എന്നോട് എന്തോ ഉണ്ട്, പക്ഷേ അവള് പറയാൻ മടിക്കുക. നേരെ എന്തോ ഉണ്ട്, പറയാൻ മടിക്കുന്നതാ നല്ലത്. എന്നാടാ നിനക്ക്? പ്ലീസ് അടി, പ്ലീസ് അടി. എന്തിനാടി? ഒന്ന് സഹായിക്കടി. നിന്നെക്കൊണ്ട് ഒരു രക്ഷയില്ല കേട്ടോ. മീനു, നാളെ നമ്മുടെ ടൂർ അടിച്ചു വിളിക്കണം. അതെ അതെ, സൂപ്പർ ആക്കണം. ഇനി കഴിഞ്ഞിട്ട് വേണം പാക്കിംഗ് ഒക്കെ തുടങ്ങാൻ. ഞാൻ ഒന്നും ചെയ്തു വെച്ചിട്ടില്ല. എൻ്റെ പാക്കിംഗ് ഒക്കെ പണ്ടേ കഴിഞ്ഞു. ഇനി ഞാൻ റെസ്റ്റാ. എൻ്റെ പിന്നെ ചേച്ചി ചെയ്യണേ, ഞാനൊന്നും അറിയണില്ല. പിന്നെ നമ്മൾ ഈ ടൈമും കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് വേണം നമ്മുടെ ബാക്കി പ്ലാൻ ഇടാൻ. അതെ അതെ, മിസ്സൊന്ന് വന്നായിരുന്നെങ്കിൽ എല്ലാം പറയുമായിരുന്നെങ്കിൽ നമുക്ക് എവിടെ വെച്ച് എസ്കേപ്പ് ആകണമെന്ന് നോക്കായിരുന്നു അല്ലേ? അതെ അതെ, ഞാൻ ടൂറിനേക്കാൾ എക്സൈറ്റ്മെന്റ് നമ്മൾ നിധി തേടി പോകുന്നില്ല. എനിക്കതെ, പക്ഷെ ചെറിയൊരു പേടിയുണ്ട്. എങ്ങാനും മിസ് പൊക്കിയാലോ? ആ പേടി വേണ്ട, നല്ലോണം പ്ലാൻ ചെയ്യാം. ശരി, നാളെ ടൂർ പോവാ. നാളെ തന്നെ നീ ഒരു തീരുമാനം ഉണ്ടാക്കി തന്നെ. ശരിയായല്ലോ ഇതങ്ങോട്ട്. ഗുഡ് മോർണിംഗ്. ആഹാ, എല്ലാരും നല്ല സന്തോഷത്തിലാണല്ലോ. നാളെ ടൂർ പോകുന്നതിന്റെ സന്തോഷമാണോ? അതെ മിസ്, അതെ. മിസ് നാളെ പ്ലാനൊക്കെ ഒന്ന് പറയാവോ? പറയാട്ടോ, അതിനാട്ടോ ഞാനിപ്പോൾ വന്നത്. അപ്പോൾ നമ്മൾ നാളെ ഒരു 7 മണിയോട് കൂടി ഇവിടുന്ന് ടൂർ സ്റ്റാർട്ടാവും. എല്ലാവരും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എടുത്തിട്ട് വേണം വരാൻ. നമ്മൾ പോകുന്ന വഴിക്ക് അത് കഴിച്ചിട്ടാണ് പോകുന്നത്. ഓ മിസ്, നമ്മൾ കൊണ്ടുവരണോ ബ്രേക്ക്ഫാസ്റ്റ്? തവണ പുറത്തുനിന്ന് കഴിക്കാന്നോർത്ത് സമ്മതിക്കൂല. എടാ, നമ്മൾ എവിടെയെങ്കിലും കയറി കഴിച്ചാൽ അത്രയും കൂടി ലേറ്റ് ആവും. നമുക്ക് ആകെ 2 മണിക്കൂറുള്ളൂ. അപ്പോൾ ഇവിടുന്ന് ഒരു 7 മണിക്ക് പോയാൽ നമ്മളൊരു 10 മണിയൊക്കെ ആകുമ്പോൾ അവിടെ എത്തും. പിന്നെ അന്നത്തെ ദിവസം ഫുൾ ബീച്ചിലായിരിക്കും. സെക്കൻഡ് ഡേ ആണ് നമ്മൾ ഫോറസ്റ്റിൽ പോകുന്നത്. ഫസ്റ്റ് ഡേ നമ്മൾ ബീച്ചിലും. പിന്നെ ആണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ രാത്രിയിൽ ഒരു ക്യാമ്പ് ഫയർ ഒക്കെ ആകാട്ടോ. അപ്പോൾ പിന്നെ സെക്കൻഡ് ഡേ നമ്മൾ ഫോറസ്റ്റിലായിരിക്കും. ട്രെക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ഏകദേശം രാത്രി ഒരു 12 മണിയോട് കൂടി നമ്മളിവിടെ എത്തും. അപ്പം നിങ്ങളുടെ പേരൻസിനോട് പറയണം സ്കൂളിൽ വന്ന് നിങ്ങളെ പിക്ക് ചെയ്യാൻ. കേട്ടല്ലോ? യെസ് മിസ്. ഓക്കെ മിസ്സേ. അപ്പം ശരി കേട്ടോ, ഞാൻ എല്ലാവരോടും പോയി പറഞ്ഞിട്ട് വരാം. അതെ, നമുക്ക് ഇൻ്റർവെല്ലിന് ചേച്ചിനും ചേട്ടനെയും കണ്ടിട്ട് കാര്യം പറയാട്ടോ. എല്ലാം ഒന്ന് പ്ലാൻ ചെയ്യണം. അതെ അതെ, ഓക്കെ സെറ്റ്. പാറ് പോയിട്ട് കുറച്ച് നേരമായല്ലോ, വിളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് പോയതാ. ദേ വന്നുണ്ട്. അപ്പോൾ എന്താ പ്ലാൻ? അതെ അതെ, പറഞ്ഞ പോലെയെല്ലാം സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ എപ്പോൾ മുങ്ങുന്നുള്ള ടൈം മാത്രം കണ്ടുപിടിച്ചാൽ മതി. അതെ, മിസ്സിൻ്റെ കണ്ണ് വെട്ടിച്ച് വേണം നമുക്ക് പോകാൻ. എന്തായാലും ഒരു ഉഗ്രം പ്ലാൻ തന്നെ ഇട്ടേക്കാം. ഹലോ. ഹായ്, കുറേ നാളായില്ലേ കണ്ടിട്ട്? അതെ അതെ, ഞങ്ങളിവിടെ നാളത്തെ ടൂർ പോകുന്നതിൻ്റെ ഡിസ്കഷനിലായിരുന്നു. അല്ല, നാളെ ടൂർ വരുന്നില്ലേ? ഉണ്ട്. പക്ഷേ എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ടായി, അതാ വന്നത്. എന്താ പറഞ്ഞോ? അല്ല, നിങ്ങൾ നാളെ നിധി തേടി പോകുന്ന കാര്യമല്ലേ പറയുന്നേ? അതെ, നിധി തന്നെ. എനിക്കെല്ലാം അറിയാം. എങ്ങനെ? അത് പിന്നെ നിങ്ങളോട് അത് പറയാനാ വന്നത്. അത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഒരു ബുക്കല്ല. അത് മേഴ്സിയുടെ ട്രാപ്പാ.
അത് നിങ്ങൾക്ക് മേഴ്സി തന്നൊരു പണിയാണ്. അത് തേടി പോകരുത്. അത് തേടി പോയാൽ നിങ്ങൾക്കിട്ട് നല്ല പണി കിട്ടും. താനെന്താ പറയുന്നേ? ആ ബുക്ക് അവിടെ കൊണ്ടിട്ടത് മേഴ്സിയാണ്. അത് നിങ്ങൾക്ക് കിട്ടുമെന്നും നിങ്ങൾ അതുപോലെ ചെയ്യുമെന്നും മേഴ്സിക്ക് അറിയാമായിരുന്നു. അതുപോലെ ചെയ്താൽ വലിയ അപകടമുണ്ടാവും. അത് പിന്നെ പാറുവിന് മൈക്കിളിന് ഇഷ്ടമാണല്ലോ. അത് മേഴ്സിക്ക് ഇഷ്ടമല്ല. കാരണം മേഴ്സിക്ക് മൈക്കിളിന് ഇഷ്ടമാണ്. അതിൻ്റെ ദേഷ്യമാണ്. അവളിപ്പോൾ കുറേ ആയി. ഇത് ഫൈനലാ. അതെ അതെ, ഇതിങ്ങനെ വിട്ടാൽ പറ്റില്ല. ഒന്നും ചോദിക്കാണ്ട് വിട്ടോണ്ടായിരിക്കും. ഇത് നമ്മൾ പണി കൊടുത്തേ പറ്റും. അതെ അതെ, നമ്മളൊക്കെ അങ്ങ് പറ്റിക്കാന്ന് വെച്ചോ. അതെ, നമ്മൾ പോയിട്ട് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലോ? അതെ, മേഴ്സി എന്തും ചെയ്യും. നിങ്ങളൊന്ന് സൂക്ഷിക്കണേ. പിന്നെ ഞാനാ ഇത് പറഞ്ഞെന്ന് പറയരുത്. നിങ്ങൾ തൽക്കാലം അതിട്ടൊന്നും പോകരുത് കേട്ടോ. ശരി, ഞാൻ പോകുന്നു. എടോ, താങ്ക് യു. ഇതിപ്പോഴെങ്കിലും പറഞ്ഞല്ലോ. ഇതിങ്ങനെ വിട്ടാൽ പറ്റൂല പാറു. ഇപ്പം തന്നെ കുറേ ആയി. മൈക്കിളിന് നിന്നെ ഇഷ്ടമാണ്, നിനക്കും ഇഷ്ടമാണ്. അതെ, ഇതെന്തായാലും ഇങ്ങനെ വിട്ടാൽ പറ്റില്ല. നമ്മളിത് ചോദിച്ചിരിക്കും. വെറുതെ ചോദിച്ചാൽ പോരടി. ഇവർക്ക് നല്ല പണി കൊടുക്കണം. അതെ, ഒരു ബുക്കിൻ്റെ പേരിൽ നമ്മൾ എത്ര ദിവസമായി അലഞ്ഞത്. ഹലോ ഗൈസ്, എന്താ അവിടെ പരിപാടി? ചെറുക്ക എനിക്കവിടെ ദേഷ്യം വന്നിരിക്കുക. നിനക്കെന്താ വേണ്ടേ? ഞാൻ പറഞ്ഞില്ലാനോ, എന്നെ ഒന്ന് സഹായിക്കുന്നേ. എത്ര നേരമായി ഞാൻ പുറകെ നടക്കുന്നു. ഗൈസ്, എനിക്കൊരു ഐഡിയ തോന്നുന്നു. എന്താ, എനിക്കുള്ള ഐഡിയ ആണോ? അതെ അതെ, നിന്നെ ഞാൻ എന്തായാലും സഹായിക്കും. നാളത്തെ ടൂറിൽ നമുക്ക് സെറ്റാക്കാം. താങ്ക് യു ശ്വേത, താങ്ക് യു. ഞാൻ ഈ ഒരു ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല കേട്ടോ. ഈ ഉപകാരം ഒരു കാലത്തും മറക്കില്ല, അതെനിക്കും അറിയാം. ശരിയപ്പ, ഞാൻ മുട്ട പപ്സും നാരങ്ങളും കുടിച്ചിട്ട് വരാം. ഓക്കെ, സെറ്റ്. ജെല്ലി എന്താ ചെയ്താ കാര്യം? നിങ്ങൾ വിഷമിക്കണ്ട, എനിക്ക് പണി കൊടുക്കാൻ നല്ല ഉഗ്രൻ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. എനിക്ക് പേടിയാവുന്നു. പറഞ്ഞിട്ട് പോയേ, നീ എന്തിനാ കരയുന്നേ? അത് പിന്നെ എടാ, ഒരു അബദ്ധം പറ്റി. എന്താ അബദ്ധം? എൻ്റെ ചേച്ചിയുടെ കയ്യിൽ ഒരുത്തം കയറി ഇറക്കി. ഞാൻ അവളെ നല്ല ഇടി ഇടിക്കുമായിരുന്നു. അപ്പോഴും നമ്മുടെ മിസ് കയറി വന്ന്. മിസ് എല്ലാം കണ്ട് തീർന്നു. അതാണല്ലേ നിനക്ക് മാത്രം പേരൻസ് മീറ്റിംഗ് വെച്ച്? പോടാർക്ക, എനിക്ക് മാത്രമല്ല, എല്ലാവർക്കും കൂടിയാ. നിനക്ക് മാത്രം മിസ് ഇപ്പൊ വരൂല. അപ്പൊ ചോദിക്കാം. അപ്പൊ അത് ചോദിച്ചോ, നിനക്കൊന്നും അറിയാതല്ലോ. എന്റെ ചങ്കല്ലേ നീ? കരയല്ലേ സാരില്ല കേട്ടാ. മിസ്സിങ് വരട്ടെ. പാവുണ്ട് പാറു, നല്ല പണി കിട്ടി. അതെ അതെ, എന്റെ പേടി ഇനി വല്ല സസ്പെൻഷൻ വല്ലോ. അങ്ങനെയൊന്നും ഉണ്ടാവില്ല. നമുക്ക് അവളെ എങ്ങനെയെങ്കിലും രക്ഷിച്ചേ പറ്റും. അതെ അതെ, ഒരു കാര്യം ചെയ്യാം. അന്ന് മേഴ്സിയുടെ പ്രശ്നം നമ്മൾ മിസ്സിന്റെ അടുത്ത് പറഞ്ഞില്ലല്ലോ. ഇപ്പൊ നമുക്ക് എല്ലാവർക്കും കൂടി ഏതൊരു കംപ്ലൈന്റ് ആയിട്ട് പറയാം. നാളെ പേരൻസ് വരുവാണെങ്കിൽ അവരെ കൊണ്ടും പറയിപ്പിക്കാം. അപ്പൊ ഈ പ്രശ്നം ഒതുങ്ങി പൊക്കോളും. അതൊരു നല്ല ഐഡിയ. നമുക്ക് അങ്ങനെ ചെയ്യാം. എന്റെ വീട്ടിലറിഞ്ഞാൽ എന്നെ കൊല്ലും. ഇല്ലടി, അത് നീ വാസിച്ചായും സമ്മതിക്കില്ല. എന്റെ കൂടെ നിൽക്കുവോ നീ? പിന്നെ നിൽക്കാണ്ട് ഞാനുണ്ട് നിനക്ക്. എനിക്ക് പേടിയാടാ. മിസ്സിങ് വരട്ടെ, ഞാൻ ചോദിക്കാന്ന് പറഞ്ഞില്ലേ. എന്താ ഇവിടെ ഡിസ്കഷൻ ഒക്കെ കഴിഞ്ഞില്ലേ? മിസ്, ഈ പാർവതി ഇവിടെ ഇരുന്ന് കരയുന്നു. കുറച്ച് കരയട്ടെ, കുറച്ച് പേടിയൊക്കെ വേണം. എന്താ ഇവിടെ കിടന്ന് കാണിച്ചു കൂട്ടുന്നേ? ചുമ്മാ ഇടി പിടിക്കാൻ പോകുന്ന കാര്യം എന്താ? അതല്ല മിസ്സേ, പെണ്ണുങ്ങളുടെ ദേഹത്ത് തൊടുന്നവന്റെ കയ്യല്ലേ വെട്ടേണ്ടത്. നീ ആരെ, ബാഹുബലിയോ? അല്ല മിസ്സേ, ഞാനൊരു പാവം വാസു. പക്ഷേ ഇതിന് ഞാൻ ഈ പാർവതിയുടെ കൂടെ തന്നെ നിൽക്കും. എന്നാ നിനക്ക് എന്റെ ഇന്ന് നല്ലത് കിട്ടും കേട്ടോ. മിസ്സേ, പാവുണ്ട് ഇവളുടെ ചേച്ചിക്ക് വേണ്ടിയിട്ടല്ലേ. മിസ്സേനാണെങ്കിൽ ഇപ്പൊ ഇങ്ങനെ വന്നേക്കണെങ്കിൽ ഞങ്ങൾ എല്ലാരും വന്നിരിക്കൂലേ മിസ്സേ? എന്റെ കുട്ടികൾ ഇത്ര നല്ല കുട്ടികളായിരുന്നോ? അതെ മിസ്സേ, മിസ് ഞങ്ങൾക്ക് അമ്മയെപ്പോലെയാണ്. ഞങ്ങൾ ഉറപ്പായിട്ടും മിസ്സിന് എന്ത് സഹായം വേണമെങ്കിലും ചെയ്യും. മിസ്സേ, പാവമുണ്ട് ഇവളെന്ത് കരച്ചിലാന്ന് നോക്കിയ മിസ്സേ, എനിക്ക് തന്നെ സഹിക്കുന്നില്ല. പ്ലീസ് മിസ്സേ, ഇത്തവണ ഒന്ന് ക്ഷമിക്കുന്നേ. പ്ലീസ്. ശരി. പക്ഷേ ഇനി മേലിൽ ഇങ്ങനെ ഉണ്ടാകരുത് കേട്ടല്ലോ. അല്ലേ മിസ്സേ, അപ്പോൾ സംശയം. ഇനി ആരെങ്കിലൊക്കെ വന്ന് ഇതുപോലെ ഇരിക്കുക എന്ത് ചെയ്യണം? നിങ്ങൾ അവരെ ഒന്നും ചെയ്യാൻ നിൽക്കണ്ട. നേരെ വന്ന് ഞങ്ങളോട് പറഞ്ഞാൽ പോരെ. എന്തിനാ ഇങ്ങനെ ഇടിപിടിക്കൊക്കെ നടക്കുന്നേ? പാർവതി, കടിച്ചിട്ട് നിർത്തിക്കേ. സാരമില്ല കേട്ടോ. മിസ്സിന് അപ്പം നല്ല ദേഷ്യം വന്നു, അതാ.
ആ മിസ്സേ, ഇനി ഇങ്ങനെ ഉണ്ടാവില്ല, സോറി. പോട്ടെ പോട്ടെ. കണ്ടേ, ഇത്രയുടെ കാര്യം. ഇനി മോങ്ങല് നിർത്തടി. ഈ വാസച്ചാടിയൊരു കാര്യം. പിന്നെ അല്ല, പിന്നെ മിസ്സേ, ഞങ്ങൾക്കൊരു കംപ്ലൈന്റ് ഉണ്ട്. എന്താ? ടൂർ പോയ സമയത്ത് ക്യാമ്പ് ഫയറിൽ തീ പിടിച്ചില്ലേ? അയ്യോ, വലിയൊരു അപകടമായിരുന്നു. അതിന് കാരണക്കാരി മേസിയ. ഏത്? 5th ബിയിലെ മേസിയോ? അതെ മിസ്സേ. എന്നാ നിങ്ങൾ പറയുന്നേ? അതെ മിസ്സേ, ഞങ്ങളുടെ തെളിവുണ്ട്, അന്നെടുത്ത വീഡിയോ ഉണ്ട്. അവള് കൊണ്ട് എന്തോ ഒഴിച്ചിട്ട് പോയതാ, അത് അത്ര ആളി പടർന്ന്. ഇതെന്താ നിങ്ങൾ നേരത്തെ പറയാഞ്ഞത്? പിന്നീട് ഞങ്ങളത് വിട്ടുപോയി മിസ്സേ. ഓഹോ, ഇതിന് ഒരു തീരുമാനം ഉണ്ടാക്കണം. നിങ്ങളുടെ ആ വീഡിയോ ഉണ്ടെന്ന് ഉറപ്പല്ലേ? അതെ മിസ്സേ. നാളെ പാരന്റ്സ് വരുമ്പോ ഫോണും കൂടി കൊണ്ടുവരാൻ പറ, ആ വീഡിയോയും വേണം, കേട്ടല്ലോ? ഓക്കെ മിസ്സേ. പിന്നെ നാളെ എല്ലാവരും പേരൻസ് നിർബന്ധമായിട്ടും വന്നിരിക്കണം, കേട്ടല്ലോ? അപ്പൊ ശരി. ദൈവമേ, ഇടി വെട്ടിയവന്റെ തലയിൽ പാമ്പ് കടിച്ചല്ലോ. എന്തിയടാ, നീ ഒന്നും കേട്ടില്ലേ? 2 കാര്യങ്ങളാണ് അവിടെ നടന്നത്. ഒന്ന് പേരൻസ് മീറ്റിംഗ്, ഒന്ന് എന്റെ മേസി. എടാ, അത് പിന്നെ നീ മിണ്ടരുത്, ഞാനിപ്പോ വരാം. പിള്ളേരെ, നിങ്ങളൊക്കെ കൂടി എന്റെ മേസിനെ എന്തിനാണ് ഈ കളകുറ്റം വെക്കണേ? കളക്കുട്ടോ? ഇത് സത്യമായൊരു കാര്യം. എന്റെ മേസി എത്ര കാര്യമില്ല. അവളെ വല്ലോ കള്ളക്കൂട്ടം ചുമത്തി ഇവിടെ നിന്ന് പറഞ്ഞു വിട്ട കുശുമ്പി കൂട്ടങ്ങള്. നിനക്ക് വേണേ വിശ്വസിച്ചാ മതി, ഞങ്ങളുടെ ഈ തെളിവുണ്ട്. നീ വേണേ അത് കണ്ടു നോക്ക്. ഒന്നുമില്ലല്ലോ, ഞങ്ങളൊക്കെ നിന്റെ ചങ്കല്ലേ. എന്നിട്ട് ഇപ്പൊ ഞങ്ങൾ പറയാനും നിനക്ക് വിശ്വാസമില്ലല്ലേ? ആണോടി? അവളങ്ങനെ ചെയ്തോ? ശരിക്കും ചെയ്തോ? അതെ. നിങ്ങൾ വിഷമിക്കണ്ട, എല്ലാവർക്കും ഒരു തെറ്റ് പറ്റുമല്ലോ. അവളെ നന്നാക്കാൻ ഈ ഞാൻ മതി. അവളെ പറഞ്ഞ് ഞാൻ തിരുത്തും, കേട്ടോ? നന്മയുടെ പാതയാണല്ലോ. അതെ, അവക്ക് ഒരർത്ഥം പറ്റിയായിരിക്കും, പക്ഷേ ഇനി അവൾ ഇത് ആവർത്തിക്കില്ല. പിന്നെയാണെങ്കിൽ അവളെ ഇവിടെ നിന്ന് പറഞ്ഞു വിടാനൊന്നും ആരും വ്യാമോഹിക്കണ്ട, കേട്ടോ? അവളെ നന്നാക്കി എടുക്കാ വേണ്ടത്. ഈ വാസിച്ചായനേറ്റത്. അയ്യോ, നാളെ പേരൻസ് മീറ്റിംഗ്. ഞാനിപ്പോ വരാവേ. ചറക്കന് പ്രാന്തായി. അല്ല, നമ്മളെന്താ ഇത്ര ലേറ്റ് ആയിട്ട് മേസിയുടെ കാര്യം പറഞ്ഞേ? ഒരു പ്ലാനിങ് ഇല്ലാന്നല്ലോ. അത് പാറു, ഈ പ്രശ്നം വലുതാക്കണ്ടല്ലോ എന്ന് ഓർത്ത് ഞങ്ങൾ പറയാനിരുന്നതായിരുന്നു. സാരിയില്ല, അത് പറഞ്ഞില്ലെങ്കിൽ ശരിയാവില്ല, ഒരുപാടായില്ലേ? അതെ അതെ. അപ്പൊ ഇന്ന് എല്ലാരും വീട്ടിൽ ചെന്ന് മേസിയുടെ കാര്യം പറയണം, കേട്ടല്ലോ? എന്താ വാസു? മിസ്സേ, നാളെ പേരൻസ് മീറ്റിംഗ് അല്ലേ? എന്റെ വീട്ടിൽ നിന്ന് ആരും വരൂല കേട്ടോ. എന്നാ മോൻ, നീ മേരി ക്ലാസ്സിൽ കയറൂല, കേട്ടല്ലോ? മിസ്സേ, ചതിക്കല്ലേ മിസ്സേ, ചതിക്കല്ലേ. വീട്ടിലിറങ്ങിയ വിഷയാ മിസ്സേ. എന്നറിഞ്ഞ മിസ്സേ, ഞാൻ എന്റെ മാർക്കൊന്നും വീട്ടിൽ പറഞ്ഞിട്ടില്ല. അതുമല്ല, എന്റെ പപ്പ അതൊക്കെ അറിഞ്ഞത് നല്ല അടി തരും മിസ്സേ. ചതിക്കല്ലേ മിസ്സേ, ചതിക്കല്ലേ. നീ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നാളെ വീട്ടിൽ നിന്ന് ആളെ വരാണ്ട് ക്ലാസ്സിൽ കയറാൻ പറ്റത്തില്ല മിസ്സേ. അങ്ങനെ പറയല്ലേ മിസ്സേ. വാസു, എനിക്ക് പോയിട്ട് ഒരുപാട് ജോലിയുണ്ട്, കേട്ടല്ലോ? മര്യാദ ക്ലാസ്സിൽ പോ. മിസ്സേ, ചതിക്കല്ലേ മിസ്സേ. മിസ്സിന്റെ ഞാൻ കാല് പിടിക്കാം മിസ്സേ, പ്ലീസ് മിസ്സേ, പ്ലീസ്. എടാ, ഒന്ന് എണീക്കടാ. എടാ, എണീക്കടാ. ഇല്ല മിസ്സേ, മിസ്സ് സംഭവിക്കാതെ എണീക്കൂല. എടാ, നമുക്ക് സമാധാനം ഉണ്ടാക്കാം. എണീക്ക്, എണീക്ക്. ഇല്ല മിസ്സേ, എനിക്ക് പേടിയായിട്ട് പേര് മിസ്സേ. ചേടാ, നാളെ നിന്റെ പേരൻസ് വരുമ്പോ ഞാൻ ഒന്നും പറയില്ല, പോരെ? എന്നാ പിന്നെ അവിടെ എന്തിനാ മിസ്സേ ഇവിടെ വരെ കഷ്ടപ്പെട്ട് വന്നെ? മിസ് ഒന്നും പറയില്ലല്ലോ. എന്റെ വാസു, ഒന്ന് എണീക്ക്. ഇല്ല മിസ്സേ, മിസ് ഒന്ന് സമ്മതിച്ചാ മതി, പ്ലീസ് മിസ്സേ, പ്ലീസ്. വാസു, എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, ഇത് സ്കൂളിന്റെ റൂളാ. മിസ്സേ, ഒരു കാര്യം, എനിക്ക് ഒരു കാര്യം കൂടി ചെയ്യുക. മിസ്സേ, ദയവ് ചെയ്ത് മേസിയുടെ കാര്യത്തിൽ പ്രശ്നം ഉണ്ടാക്കരുത്. അതെന്താ? അവളെ പറഞ്ഞു മനസ്സിലാക്കി നന്നാക്കി എടുക്കും മിസ്സേ, അല്ലാണ്ട് അവളെ പറഞ്ഞു വിടല്ലേ മിസ്സേ, പ്ലീസ് പ്ലീസ്. കാര്യം എന്താ? അവളെ എന്റെ ഭാവിയിൽ വരുമോ മിസ്സേ? എന്താണ് നിനക്ക്? മര്യാദ ഇരുന്ന് പഠിക്കാൻ നോക്ക്. അവന്റെ ഒരു ചുറ്റിക്കളി. പ്ലീസ് മിസ്സേ, എന്തെങ്കിലും ഒന്ന് സമ്മതിക്കൂ. ശരി ശരി, ആലോചിക്കാം. ഇപ്പൊ എണീറ്റ് പോ. ഒരുപാട് നന്ദിയുണ്ട് മിസ്സേ. വേഗം കേട്ടോ, ഞാൻ എന്നും കുടുങ്ങുന്നേ. അല്ല മിസ്സേ, ഈ രഹസ്യം ആരോടും പറയരുത് കേട്ടോ. ഓടടാ, ഞാൻ വടിയെടുക്കണോ? അയ്യാ, വേണ്ടേ. ഇപ്പോഴത്തെ പിള്ളേരുടെ ഒരു കാര്യം. എടാ ചെറുക്കാ, ഒന്ന് പയ്യ പോടാ. എടാ, എന്റെ മുട്ടുവേദനയാന്നേ. മുട്ട
ചോദിക്കാം. അമ്മമ്മ പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ. ഉണ്ട് ഉണ്ട്. നിങ്ങളെ ഞാൻ പെൻഷൻ വാങ്ങാൻ പോണ വഴിക്ക് പിടിച്ചോണ്ട് വന്നാന്ന് പപ്പയോട് പറയരുത്. ഇല്ലടാ കൊച്ചു ചേർക്കാം. പിന്നെ അറിയാലോ, ഞാൻ വാക്ക് വലിക്കും. നാരങ്ങ മുട്ടായി വാങ്ങിത്തരുമെന്ന് പറഞ്ഞാൽ വാങ്ങിത്തരും. അത് മാത്രമല്ലല്ലോ നമ്മുടെ കരാറ്. ആ, അമ്മമ്മക്ക് വാക്ക് വേണം. അതിന് പപ്പയുടെ പെർമിഷൻ വേണം. പിന്നെ ഫണ്ട് റിലീസിന്റെ കാര്യം, അമ്മമ്മക്ക് പെൻഷനൊക്കെ ഇങ്ങനെ കൂട്ടി വെച്ചേക്കല്ലേ, അതിൽ നിന്ന് തന്നെ നമുക്ക് റിലീസ് ചെയ്യാം. പപ്പയുടെ ഒരു പെർമിഷൻ മാത്രം മതിയല്ലോ. അതൊക്കെ ഈ മോനേറ്റ് കേട്ടോ. മിടുക്കൻ. പിന്നെ ഇന്നത്തെ നാരങ്ങ മിഠായി ഞാൻ തന്നെ വാങ്ങിത്തരും. ഇതൊന്നും പോയി പപ്പയോട് പറയരുത് കേട്ടോ. ഇല്ലടാ, ഞാൻ അങ്ങനെ ചെയ്യുമോ? അമ്മമ്മ അങ്ങനെ ചെയ്യില്ല. പക്ഷെ അമ്മമ്മ പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ. മിസ് പലതും പറയും. അമ്മമ്മ എല്ലാം നീ ഏറ്റുപിടിച്ച് ആക്ട് ചെയ്തോണം കേട്ടില്ല. കട്ടയ്ക്ക് കൂടെ നിന്നോണം. നിങ്ങൾക്കാളും നന്നായിട്ട് ഞാൻ ആക്ട് ചെയ്യും കേട്ടോ. എന്നാ അമ്മമ്മക്ക് കൊള്ളാം. എങ്ങനെ ആക്ടിങ് കൊള്ളായ നോക്കിക്കോ. ഞാൻ ഒരു സാധനം വാങ്ങി തരില്ല. ഗോവയ്ക്ക് പോക്ക് മുടക്കം ചെയ്യും. ഇങ്ങനെ വരട്ടാതടാ, ഞാൻ പറഞ്ഞ പോലെയൊക്കെ ചെയ്തോളാം. എന്നാ അമ്മമ്മക്ക് കൊള്ളാം. ഇവൻ്റെ ഒരു കാര്യം. അമ്മമ്മ പിന്നെ പെൻഷൻ വാങ്ങിയിട്ടല്ലേ പോകുന്ന ഇങ്ങോട്ട്? അതേടാ. ഓ, ഇന്ന് ഞാനൊരു പുള്ളി വിളിക്കും. കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങണമെന്ന് കുറേ ആയി ആഗ്രഹിക്കുന്നു. എടാ, നിന്റെ പപ്പ എന്നെ വെച്ചേക്കൂല. എനിക്കും പപ്പേനെ പടി, അമ്മമ്മക്കും പപ്പേനെ പടി. അപ്പൊ പിന്നെ നമുക്ക് രണ്ടുപേർക്കും കൂടി എന്തെങ്കിലും കുരുട്ട് കുത്തി ഉപയോഗിക്കാം. ആ, ആദ്യം നീ നടക്ക്. ഇവിടെ എന്താ കാണിച്ചു വെച്ചേക്കണത് ഞാനത് നോക്കട്ടെ. അമ്മമ്മയുടെ കൊച്ചുമോനല്ലേ, അമ്മമ്മക്കറിയില്ലേ എന്തൊക്കെ ഉണ്ടാവുന്നു. എടാ, ടീച്ചർ എന്നെ വഴക്കുമെല്ലാം പറയുവാടാ. ഇല്ല അമ്മമ്മ, അമ്മമ്മ പേടിക്കേ വേണ്ട. ഞാൻ വളരെ നല്ല കൊച്ചാ. ബാക്കി ഞാൻ ആക്ട് ചെയ്ത് തകർത്തോളാം. വാ മോനെ, വാ നടങ്ങോട്ട്. ഓ, ഇപ്പോഴേ തുടങ്ങിയ. ഈ വർഷമെങ്കിലും ഗോവയ്ക്ക് പോയാൽ മതിയായിരുന്നു. ആത്മവിശ്വാസം വേണം അമ്മമ്മ, ആത്മവിശ്വാസം. വാസു, അമ്മമ്മ നമ്മളെ വിളിക്കുന്നു. വാ. മേ ഐ കം ഇൻ മിസ്? യെസ് പ്ലീസ് കം. മിസ്സേ, ഇതെന്റെ അമ്മമ്മയാ, കാർത്തിയായിനി. ആഹാ, നമസ്കാരം കേട്ടോ. അമ്മമ്മയാണോ വന്നത്? അതെ മിസ്സേ, വീട്ടിലെല്ലാവർക്കും ഇന്ന് തിരക്കുള്ള ദിവസം. ഓഹോ. പിന്നെ അതുമല്ല, ഇവൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഞാൻ തന്നെയാണ്. അതെ മിസ്സേ, അമ്മമ്മ എന്നെ ടേക്ക് കെയർ ചെയ്യുന്നത്. അപ്പൊ അമ്മമ്മയുടെ എന്നെ ഞാൻ പറയാല്ലേ വാസു? ആ മിസ്സേ, പറഞ്ഞോ. വാസു എങ്ങനെയാ, വീട്ടിൽ വന്നാൽ പഠിക്കുന്നൊക്കെ ഉണ്ടോ? പഠിത്തം ഉണ്ടോന്നോ? എന്ത് ചോദ്യം അത്? വീട്ടിൽ വന്ന ഫുൾ ടൈം TV. അമ്മമ്മേ, കാര്യത്തിൽ നിന്നും തെന്നി മാറുന്നു. അല്ലല്ല, ഫുൾ ടൈം പഠിത്തം. ഇത്തിനേരം വിശ്രമിക്കാൻ പറഞ്ഞാൽ പോലും അവന് സമയമില്ല. ആഹാ, അത്രയും പഠിക്കുന്നുണ്ടോ? പക്ഷേ ഈ പ്രാവശ്യം പരീക്ഷയിൽ കുറച്ച് മാർക്കൊക്കെ കുറവായിരുന്നു. പറഞ്ഞിരുന്നോ? മാർക്ക് കുറവായിരുന്നെന്നോ? അതവൻ പറഞ്ഞില്ല. മാർക്ക് കുറവാണെന്നൊന്നും പറഞ്ഞാൽ പോരാ. ഈ പ്രാവശ്യം പരീക്ഷയിൽ തോറ്റു. ഞാൻ പിന്നെ ജസ്റ്റ് ജയിപ്പിച്ച് വിട്ടതാ. അത് അവൻ്റെ പ്രോമിസിലാ. അവൻ അടുത്ത പ്രാവശ്യം നല്ലോണം മാർക്ക് വാങ്ങാമെന്ന് പറഞ്ഞിട്ടുണ്ട്. തോറ്റെന്നോ? ഇതൊന്നും അവൻ വീട്ടിൽ വന്ന് പറയുന്നില്ല. പിന്നെ കുറച്ച് ചട്ടമ്പിത്തരമുണ്ട്. ഇതൊക്കെ കയ്യിലുണ്ട് അവൻ്റെ? ഉണ്ട്. ഒന്ന് ചെറുതായിട്ടൊന്ന് ശ്രദ്ധിക്കണം, പഠന കാര്യത്തിലാണെങ്കിലും എല്ലാത്തിലും. ഒരു മിനിറ്റ് മിസ്സേ. പഠിക്കാൻ വിട്ടോ പഠിക്കണം, അല്ലാണ്ട് തോന്നിയ ദിവസം കാണിക്കൂ നീ കുടുംബത്തിന്റെ മാനങ്ങളെ. നീ വീട്ടിലോട്ട് വാടാ, നിന്റെ പപ്പയുടെ എല്ലാം പറഞ്ഞ് ശരിയാക്കുന്നുണ്ട്. മിസ്സേ, ഇവനിനി പഠിച്ചില്ലെങ്കിൽ നല്ല കൊടുത്തോ കേട്ടോ. ഇവന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. ഇവന് ഇനി നല്ലോണം പഠിച്ചോളൂ. അല്ല, അവനെ അടിക്കൊന്നും വേണ്ട. അതിനു വേണ്ടി പറഞ്ഞതല്ല. അവൻ അത്യാവശ്യം നല്ല കൊച്ചു തന്നെയാ. ശരി. ഇവിടെ ഉള്ളത് ഇവിടെ കഴിഞ്ഞു. ഇനി ഇതിന്റെ പേരിൽ അവനൊന്നും പറയില്ലേ? ഇല്ല, എന്നാ ഞങ്ങൾ ഇറങ്ങിക്കോട്ടെ മിസ്സേ. ശരി എന്നാ. അയ്യോ, നിനക്ക് വേദനിച്ചോ? സാരമില്ല കേട്ടോ. മിസ്സിന് അറിയാണ്ടൊരു അബദ്ധം പറ്റിയതാ. അയ്യോ, നടക്കണ അങ്ങോട്ട്. പാവം വാസു, ജീവനോടുണ്ടായ ഭാഗ്യം. പപ്പ വരുന്നതായിരുന്നു. അത് പപ്പ എന്നെ ഉപദ്രവിക്കുന്നില്ല. എന്റെ വഴക്കിൽ നിർത്തിക്കോളായിരുന്നു. അമ്മ എന്തിനാ എന്നെ പിച്ചേന്റെ ചെവി പൊന്നായി?
എടാ വാസുമോനെ, ഇതൊക്കെ അമ്മൂമ്മയുടെ ആക്ടിങ് ആയിരുന്നടാ. എങ്ങനെയുണ്ടായിരുന്നു? അല്ലടാ മോനെ, അമ്മൂമ്മ വാസൂട്ടിനെ വല്ലതും ചെയ്യുമോ? മാ പറഞ്ഞ കണ്ടല്ലേ അമ്മൂമ്മ ഇങ്ങനെയൊക്കെ ചെയ്തേ. കടിച്ചിട്ട് നിർത്തട മക്കളെ. കരിയണ്ട മോനെ, വാ അമ്മൂമ്മ നിനക്ക് ഇഷ്ടമുള്ളൊക്കെ വാങ്ങി തരാം. നീ എൻ്റെ നാരങ്ങ മിഠായിയുടെ കാര്യം മറക്കണ്ട. അതെ മിസ്സേ, പിന്നെ ശ്വേതയുടെ പേരൻസും കൂടി ഏൽപ്പിച്ചാ വിട്ടത്. അവർക്കിന്ന് വരാൻ പറ്റിയില്ല, അപ്പോൾ അന്വേഷിച്ചിട്ട് വരാൻ പറഞ്ഞിരുന്നു. ആണോ? ആ, അത് കുഴപ്പമില്ല. അത് ഞാൻ പാർവതിയുടെ പറയാം. പാർവതി ആണെങ്കിൽ ഇത്തവണ ക്ലാസ്സിൽ ഫസ്റ്റാണ്, നല്ലോണം പഠിക്കുന്നുണ്ട്. ഈ രീതിയിൽ പോയാൽ നമുക്ക് നല്ല ഒരു റാങ്ക് പ്രതീക്ഷിക്കാം. പക്ഷേ ഒരു കുഴപ്പമുള്ളത്, കുറച്ച് ചട്ടമ്പിത്തരമുണ്ട്. ചട്ടമ്പിത്തരോ? എന്താ പിച്ചേ? ഒന്നും പറയണ്ട, കണ്ട പിള്ളേരോട് ഇടി കൂടി ഉപദ്രവം തന്നെ. മിസ്സേ, ഞാനൊന്നും ചെയ്തില്ല മിസ്സേ. മിസ്സേ, നമ്മൾ കോംപ്രമൈസ് ചെയ്തതല്ലേ, പിന്നെന്താ? അതെ, ഇനിയൊന്നും ചെയ്തില്ലെന്നാ പറഞ്ഞത്. പക്ഷെ ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ, ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് മാത്രം. മിസ്സേ, പാർവതിയോ? ഇത്ര പ്രശ്നക്കാരിയാണോ അവള്? വീട്ടിലെന്ന് നല്ല കൊച്ച, ഒരു കുഴപ്പമില്ല. സ്കൂളിൽ വന്ന് ഈ ഇടിയും ബഹളമൊക്കെ ഉണ്ടെന്ന് നമ്മൾ അറിയുന്നില്ല. ഇതത്ര പ്രശ്നം ഉണ്ടായിട്ടല്ല, പിന്നെ ഒരു തവണ ഇത് സംഭവിച്ചിട്ടുള്ളൂ. ചോദിച്ചപ്പോൾ എന്തോ ചെറിയ കാര്യമാണ് കേട്ടത്. പിന്നെ ഞങ്ങൾ അതാണ് വീട്ടിൽ വിളിച്ച് പറയാത്തത്. മിസ്സേ, ഇനി എന്ത് കാര്യം ഉണ്ടെങ്കിലും അപ്പം വിളിച്ചു പറഞ്ഞോ, ബാക്കി ഞാൻ നോക്കിക്കോളാം. മിസ്സേ, ചാടിക്കല്ലേ, അടിക്കൂ. ഞാൻ പറഞ്ഞല്ലേ ഞങ്ങൾ ചെയ്തില്ലത്. എന്തിനാ മിസ്സേ ഇങ്ങനെ ചെയ്തേ? അയ്യോ, വഴക്ക് പറയാൻ വേണ്ടിയിട്ടൊന്നും പറഞ്ഞൊന്നുമല്ല കേട്ടോ. ഇതിവിടെ കഴിഞ്ഞു. ഇനി അവൾ അങ്ങനെയൊന്നും ചെയ്യില്ല. അവളെ അടിക്കും വഴക്കൊന്നും വേണ്ട കേട്ടോ. ഇല്ല മിസ്സേ, ഇതിങ്ങനെ വിട്ടാൽ പറ്റില്ല. ഇതെന്താന്ന് ഞാൻ അറിയട്ടെ ആദ്യം. ഈ സാരിയില്ലെന്നേ. പിന്നെ അടുത്തത് നമ്മുടെ മാളവിക. മാളവികയാണെങ്കിൽ പഠിക്കാനൊക്കെ മിടിക്കുക, എല്ലാത്തിനും മിടിക്കുക. പക്ഷെ ഈ ഇടയായിട്ടൊരു ചെറിയ ഉഴപ്പ് കാണുന്നുണ്ട്. ഒന്നൊന്ന് ശ്രദ്ധിച്ചേര്. അവളെ കൂട്ടുകെട്ടൊന്നും അത്ര ശരിയല്ല. അയ്യോ, ഞാനൊന്നും ചെയ്തില്ല. അത്ര പ്രശ്നമൊന്നുമില്ല കേട്ടോ, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. എന്നാലും എൻ്റെ മിസ്സേ, രണ്ടുപേരും എന്ത് അഭിനയ! ഭയങ്കര പഠിത്തം, നല്ല കുട്ടികൾ എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. ഇത്രയൊക്കെ പ്രശ്നക്കാരികളായിരുന്നു എൻ്റെ മക്കള്. ഇനി ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല മിസ്സേ, ഞാൻ നോക്കിക്കോളാം. അടുത്തത് ശ്വേത. ശ്വേതയാണെങ്കിലും പഠിക്കാൻ കുറച്ച് കുഴപ്പമുണ്ട്. വേറെ കുഴപ്പങ്ങളൊന്നുമില്ല, പക്ഷെ പഠനം കുറച്ച് പുറകോട്ടാ. അതൊന്ന് അറിയിച്ചേക്കണം, അത്രേ ഉള്ളൂ. ശരി മിസ്സേ, ഞാൻ എല്ലാം ഏറ്റു. എന്നാൽ ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങിക്കോട്ടെ. എന്നാൽ ശരി കേട്ടോ. അല്ല മിസ്സേ, ഒരു കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു, മറ്റേ മേസി എന്ന് പറഞ്ഞ കുട്ടിയുടെ. അത് ഞാൻ അറിഞ്ഞു. അതിനുടനെ ഒരു ആക്ഷൻ എടുക്കും. ഓക്കെ മിസ്സേ, താങ്ക് യു. വാ, നടക്കങ്ങോട്ട്. എല്ലാവർക്കും ഭാരം കൊണ്ട് കഴിഞ്ഞപ്പോൾ എന്തൊരാശ്വാസം. പിള്ളേർക്കൊക്കെ ഇന്ന് നല്ല പണിയായിരിക്കും. എല്ലാത്തിനും നേരിപ്പെട്ട് കിട്ടും. കുറച്ച് കൂടുന്നുണ്ട്, കുറെ നാളെ. നടക്ക പിള്ളേരെ ഒന്ന്. അമ്മേ, വഴിക്ക് വരരുത് അമ്മേ. അമ്മേ സോറി അമ്മേ, ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അയ്യേ, എന്തിനാ പറഞ്ഞു കിടന്ന് മോങ്ങുന്നേ? അല്ല മിസ് പറഞ്ഞ കേട്ടാ അമ്മ എന്നെ തല്ലൂല്ലേ? എനിക്കറിയാം വീട്ടിൽ പോയി കഴിക്കാൻ എന്താവുന്നു. അല്ല, അതെന്താ സംഭവം? അമ്മ, അതിന് കാരണക്കാരി ഞാനാ. എൻ്റെ കയ്യിലൊരുത്തം കയറി പിടിച്ച് ഇറുക്കി. അവനെ ഇവളെ പിടിച്ചിടിച്ച്. അതാ അമ്മ. ആയി ശരി, അത്ര ഉള്ളോ? ഏതവനാണെങ്കിലും അപ്പം തന്നെ കൊടുത്തോളാം, ബാക്കി അമ്മ നോക്കിക്കോളാം. പിള്ളേരെ പറഞ്ഞേക്കാം, എന്തുണ്ടെങ്കിലും അപ്പം തന്നെ പ്രതികരിച്ചോണം. ബാക്കിയൊക്കെ ഞാൻ നോക്കിക്കോളാം. കേട്ടല്ലോ? കടിച്ചിനടുത്ത് ശ്വേത മോളോടും കൂടിയാ. എന്തുണ്ടെങ്കിലും അപ്പം തന്നെ പ്രതികരിച്ചോണം. അപ്പൊ അമ്മ മിസ് പറഞ്ഞതോ? അപ്പൊ അമ്മ അങ്ങനെയൊക്കെ പറഞ്ഞതോ? മിസ്സൊക്കെ അങ്ങനെ പലതും പറയും. എനിക്ക് എൻ്റെ മക്കളെ അറിയാം. അത് കേൾക്കുമ്പോഴേ അറിയാം എന്തെങ്കിലുമൊക്കെ എന്ന് പറയണല്ലോ എന്നോർത്ത് പറയുന്നതാ. നിങ്ങൾ വിഷമിക്കണ്ട. വാ വാ വാ. പക്ഷേ പഠിത്തത്തെ എങ്ങനെ ഉഴപ്പിയ രണ്ടും നേരിപ്പിട്ട് അപ്പ കിട്ടും. ഇല്ല അമ്മ, പ്രോമിസ്. ഉറപ്പമ്മ, ഉറപ്പാണ്ടി. എന്നാ വാ, നമുക്ക് എന്തെങ്കിലും കഴിക്കണ്ടേ? വാ, മായാൻ്റെ കഫേയിൽ വെയിറ്റ് ചെയ്യുക. കുറെ നേരമായില്ലേ? വാ വാ. ചേച്ചി, കോൾ അടിച്ചല്ലോ.
ഉണ്ടായില്ല. അതേടി എന്താടേ അമ്മ സൂപ്പറാ. അതെ അതെ, ഇപ്പൊ എന്റെ അമ്മ വന്നിരുന്നെങ്കിൽ ഇപ്പൊ തീർന്നേനെ. ആ ചേച്ചി ശേതാ, നമുക്ക് അങ്ങോട്ട് പോവാം. അമ്മമ്മേ ഇപ്പൊ കൊറേ ആയല്ലോ. ഷേക്ക്, ഐസ്ക്രീം, നാരങ്ങ മിഠായി, വല്ല മധുരമൊക്കെ കഴിച്ചു ചേച്ചി ഷുഗർ കൂട്ടോ. ഒന്ന് പോടെ ഇറക്കാം, വല്ലപ്പോഴും കിട്ടും അവസരം, ഒന്ന് മുതലാക്കട്ടെ. മുതലാക്കണൊക്കെ കൊള്ളാം. പപ്പ എങ്ങാനും അറിഞ്ഞ എന്റെ കാര്യം പോക്ക. നാളെ തൊട്ട് പാവയ്ക്ക നീരൊക്കെ കുടിക്കാനുള്ളതല്ലേ, ഇപ്പോഴല്ലേടാ പറ്റുള്ളൂ. ആ ശരി ശരി. ഹായ് ഇന്ദിര ആന്റി. ആഹാ ഇതാര് വാസുമോനാ? ആ ആന്റി, പേരൻസ് മീറ്റിംഗിന് വന്നല്ലേ? ആന്റി ആന്റി ഇതെന്റെ അമ്മൂമ്മ കാർത്തികേയനി. നമസ്കാരം ഉണ്ട് കേട്ടോ. ആ ഇന്ദിര മോളല്ലേ, വാസൂട്ടൻ എപ്പോഴും പറയാറുണ്ട് നിങ്ങളെപ്പറ്റി. ആണോ? അമ്മ എനിക്ക് ഷേക്ക് മതി. അമ്മ എനിക്ക് ഐസ്ക്രീമും. മക്കളെ എന്താന്ന് വെച്ചാൽ വാങ്ങിക്കോ, അമ്മൂമ്മ നോക്കിക്കോളാം. എടി പിള്ളേരെ, എന്റെ അമ്മൂമ്മയാ. ഹായ് അമ്മൂമ്മേ. ഹായ് മക്കളെ, ഞങ്ങൾ വാസുവിൻ്റെ ഫ്രണ്ട്സ് അല്ലേ? അതെ അമ്മൂമ്മേ. വേഗം ആവട്ടെ, സമയം പോകുന്നു. സോറി കേട്ടോ, ഞങ്ങൾക്ക് കുറച്ച് തിരക്കുണ്ടേ, അതാണേ. ആ നടക്കട്ടെ നടക്കട്ടെ. വാസു, മായേനെ കണ്ടോ? ആന്റി ഇപ്പം പോയുള്ളല്ലോ, നിങ്ങൾ കണ്ടില്ലേ? ആ, കുറേ നേരം നോക്കി നിന്നിട്ടുണ്ടാവും.